പൗരത്വ ഭേദഗതി പ്രക്ഷോഭം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ എനിക്ക് ഈ ഒരു വാര്യം കുന്നൻ അല്ലെങ്കിൽ മലബാർ കലാപം എന്നൊക്കെ പറയുന്ന സംഗതിയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു പ്രചോദനം തന്നത് സത്യത്തിൽ ഈ പൗരത്വ ഭേദഗതി പ്രക്ഷോഭമാണ്. മലബാർ കലാപം എന്നത് മലബാറിൽ ഒരു തുർക്കി ഖിലാഫത്തിൻ്റെ മോഡലിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടന്ന ശ്രമമാണ്. അതിൻ്റെ പുനർവായനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുനഃസ്ഥാപനമാണ് സുൽത്താൻ വാരിയംകുന്നൻ എന്ന പേരിട്ടുകൊണ്ട് പുതിയ തിരിച്ചുവരവ് നടത്തുന്നത്. ഇത്തരത്തിൽ ഒരു കിരാത വേട്ട നടത്തിയ, ഹിന്ദു കൂട്ടക്കൊല നടത്തിയ ഈ വാര്യം കുന്നൻ, ആ വാര്യം കുന്നൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഹാളിൽ ഇരിക്കാൻ ലജ്ജ തോന്നുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ലക്ഷ്യമായിരുന്നില്ല വാര്യംകുന്നൻ്റെ ലക്ഷ്യം, അതായിരുന്നില്ല മാസ്റ്റർ താരാസിംഗിന്റെ ലക്ഷ്യം. ഇവിടെ ഹിന്ദു രാജ്യം സ്ഥാപിച്ചു കളയാം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു കളയാം, സിഖ് രാഷ്ട്രം സ്ഥാപിച്ചു കളയാം എന്നൊക്കെ വിചാരിച്ചവരുണ്ട്. പുന്നപ്ര വയലാർ സമരം എന്തിനായിരുന്നു? ജനാധിപത്യം സ്ഥാപിക്കാനാണോ? അല്ലല്ലോ. വെളിയങ്കോട് മുർക്കാദി നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. ആ കൊല്ലം മരിച്ചുപോയ മനുഷ്യനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം കാണാൻ യോഗമില്ലാതെ പോയ 1857 മരിച്ചുപോയ മനുഷ്യനാണ്. ഈ വെളിയങ്കോട്ട് ജനിച്ചിട്ട് ഏതാണ്ട് 16 മഹല്ലുകളുടെ മേൽക്കാലിയായിരുന്നു. അതിലൊന്നാണ് ഈ ശൂലം കൊണ്ട് കുത്തി ഗർഭം കുട്ടിയെ പുറത്തെടുത്തു എന്ന് പറയുന്ന ഒരു കഥ നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കഥ നടന്നത് ഈ മലബാർ കലാപത്തിലാണ് എന്നുള്ളത് പോലും ഇന്ന് ആളുകൾക്ക് അറിയില്ല എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം മാഷെ. ഈ വേദിയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. ആദ്യത്തെ തവണ എന്ന് പറയുന്നത് സ്വതന്ത്ര ലോകം എന്ന് പറയുന്നൊരു പരിപാടി, ജബ്ബാർ മാഷും വിശ്വനാഥൻ ഡോക്ടറൊക്കെ കൂടി നടത്തി വരുന്ന പരിപാടിയുടെ ഒരു പരിപാടി, അതിൽ സംബന്ധിക്കാൻ വേണ്ടിയാണ് ആദ്യം വന്നത്. അന്നാണ് മലപ്പുറം അവിടെ എങ്ങനെയാണ് സ്വതന്ത്ര ചിന്ത നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടിയത്. അതിനുശേഷം ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ കാലവും മാറി, നമ്മളും മാറി, ഒരുപാട് മാറ്റങ്ങൾ മുന്നോട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മലപ്പുറം എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഓർമ്മ വരുമെങ്കിലും എല്ലാവരും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു സംഗതിയാണ് മാപ്പിള ലഹള എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു സംഭവം, ചരിത്ര സംഭവം. അത് സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും, പല കഥകളും, പല മാറ്റി എഴുത്തുകളും എല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് സംബന്ധിച്ച് സ്വതന്ത്ര ചിന്തകർ എന്നുള്ള നിലയ്ക്ക് നിഷ്പക്ഷമായിട്ട് ചില കാര്യങ്ങൾ വിശകലനം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് തയ്യാറായിക്കൊണ്ട് നമ്മളോടൊപ്പം അത് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അഹമ്മദ് മാഷാണ്. അഹമ്മദ് മാഷ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അഹമ്മദ് മാഷ് ഇതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏതാണ് വിഷയം സംസാരിക്കാൻ എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു ചർച്ച വന്നപ്പോൾ പലതരം വിഷയങ്ങൾ, ഈ സമകാലിക ലോകത്തുള്ള മുസ്ലിം വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതും വന്നെങ്കിലും എനിക്ക് ഒരേ നിർബന്ധമായിരുന്നു, മാഷോട് ഒരു കാര്യം നമ്മൾ സംസാരിക്കുമെങ്കിൽ അത് മലബാർ കലാപത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത്. കാരണം മാഷയുടെ പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർത്തമാനങ്ങൾ ഓൺലൈൻ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ന്യൂസ് മീഡിയയിലായാലും അതുപോലെ അഭിമുഖങ്ങളായാലും പ്രസംഗങ്ങളായാലും എല്ലാം അതിൽ കൂടെ നമുക്ക് കിട്ടുന്നത്, ഇപ്പം ഞാൻ ഈ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെന്ന് പറയാം, അത്ര യങ്ങൊന്നുമല്ല എന്നാലും. പക്ഷേ ഒരു സംഭവം അത് നടക്കുന്ന കാലഘട്ടത്തും അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ആളുകളിലൂടെ ഒരു വിഷയത്തെ നമ്മൾ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ചില വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ക്ലാരിറ്റിയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുറേയും കൂടി അടുത്തറിയാൻ കഴിയുന്നു എന്നുള്ളത്. മാഷയുടെ സംസാരങ്ങൾ ഈ തരം മീഡിയകളിലെല്ലാം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. ആ വിഷയവുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നു. അത് മനസ്സിലാക്കിയെന്നത് മാത്രമല്ല, അത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് പലതും എഴുതുകയും പുസ്തകങ്ങളാക്കുകയും രചിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉള്ള ആ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് അത് അസൂയാവഹമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ മാഷുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു വിഷയം വേണമെങ്കിൽ അത് ഇത് തന്നെ ആകണമെന്ന നിർബന്ധം ഞാൻ പിടിച്ചതും അതിനുവേണ്ടി എസൻസ് തയ്യാറായതും.
അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു വിഷയം ചർച്ചയൊക്കെ എനിക്ക് തോന്നുന്നു പല ആംഗിളിൽ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഓരോ ചർച്ച നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയുക ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് ഉള്ള ചർച്ചയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ഇതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു നെറേറ്റീവ്. ഇപ്പം നമ്മളും ഞാനും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വന്നിട്ടുണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു വിഷയമോ അതല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്ന ഒരു വിഷയമോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അവർക്ക് അനുകൂലമായ ഒരു ചരിത്രവും ഇല്ല. ഉള്ളത് മുഴുവൻ കുറേ മുഗളന്മാരുടെ ചരിത്രം, അതല്ലെങ്കിൽ ഈ മാപ്പിള ലഹള, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദേശത്തോടൊരു കൂറ് കാണിച്ചുകൊണ്ട് നിലനിന്നതിൻ്റെ ഒരു ചരിത്രം മുസ്ലിങ്ങൾക്കില്ല എന്ന രീതിയിലാണ് പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടാറുള്ളത്. പക്ഷെ അതല്ല, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നുവെന്നും ആ ചരിത്രം പിന്നീട് ചില കാലഘട്ടത്തിലൂടെ മാറി അത് മാപ്പിള ലഹളയിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആണ് പല മാറ്റങ്ങൾക്കും ഉണ്ടായത്. അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ട് വശവും പറയണം, ആ ട്രാൻസ്ഫോർമേഷനുള്ള കാരണവും പറയണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മാഷെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ചർച്ചയിലേക്ക് കടക്കാം. പൗരത്വ ഭേദഗതി പ്രക്ഷോഭം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ എനിക്ക് ഈ ഒരു വാര്യംകുന്നൻ അല്ലെങ്കിൽ മലബാർ കലാപം എന്നൊക്കെ പറയുന്ന സംഗതിയെക്കുറിച്ച് പഠിക്കാനുള്ളൊരു പ്രചോദനം തന്നത് സത്യത്തിൽ ഈ പൗരത്വ ഭേദഗതി പ്രക്ഷോഭമാണ്. അപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവും അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ ചിത്രം വളരെയധികം പ്രചരിച്ച ഒരു സംഗതിയാണ് പൗരത്വ ഭേദഗതി സമയത്ത്. ഇതിലെഴുതിയിരിക്കുന്ന വാചകം അന്ന് ശ്രദ്ധയപ്പെട്ടപ്പോഴാണ് ഇതെന്താ സംഗതി ഒന്ന് അറിയണമല്ലോ എന്നൊരു നിർബന്ധം നമുക്ക് വന്നത്. ഇതിലെഴുതിയിരിക്കുന്നത് ലതീത സഹലൂൻ എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി ബില്ല് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത്, ആ ബില്ലും അതിൻ്റെ മെറിറ്റ്സൊക്കെ വേറെ വിഷയം, അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പെൺകുട്ടി കൈ ചൂണ്ടി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ കണ്ടത് ഓർക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അത് ഈ കുട്ടി തന്നെയാണോ എന്നാണ് എൻ്റെ സംശയം. എന്തായാലും അതിൽ പേരെടുത്ത് പറഞ്ഞിരുന്ന 2-3 പെൺകുട്ടികളുണ്ട്. അതിലൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി, ലതീത സഹലോൻ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഇന്ന് ആളുകളുണ്ടോ? ഒന്ന് കൈവക്കാവോ? കണ്ടുപരിചയമുണ്ടോ ഈ പെൺകുട്ടിയെ? കേട്ടുപരിചയമുണ്ടോ? ഇല്ല. മൗദൂദി കുഞ്ഞ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. പേരൊന്നും വാലിഡ് അല്ല, പ്രസക്തമല്ല. ഈ കുട്ടി എഴുതിയ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഷെയർ ചെയ്തൊരു പോസ്റ്റ് വേറൊരാൾ എഴുതിയത് ഈ കുട്ടി ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഡ്യൂറിങ് ദ പ്രൊട്ടസ്റ്റ് ഗാദറിംഗ് happened yesterday, some liberals dictated us to refrain from chanting Insha Allah and Allahu Akbar. പ്രക്ഷോഭത്തിൽ ഇൻഷാ അല്ലാഹു അല്ലാഹു അക്ബറും വിളിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടഞ്ഞു. We have only submitted completely towards Almighty. ഞങ്ങൾ അല്ലാഹുവിന് മാത്രമേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അടുത്തതാണ്, we have abandoned your secular slogans long before. മതേതരമായ സ്ലോഗൻസ് ഒക്കെ ഞങ്ങൾ പണ്ടേ ഉപേക്ഷിച്ചതാണ്. Those slogans will be raised loudly again and again. Insha Allah, Allahu Akbar ഇനിയും ഞങ്ങൾ വിളിക്കും. Those slogans will be raised loudly again and again. Those slogans are our spirit. ഞങ്ങളുടെ പ്രചോദനം അതാണ്. Our imagination, ഞങ്ങളുടെ ഞങ്ങളുടെ ഇമാജിനേഷൻ അതാണ്. ഓക്കെ, മലയാളം കിട്ടുന്നില്ല. And the one which refines our existence. ഞങ്ങളുടെ അസ്തിത്വം പോലും നിശ്ചയിക്കുന്നത് ഈ അല്ലാഹു അക്ബറും ഈ ഇൻഷാ അല്ലാഹു ആണ്. ഇനി, you might be in a hurry to prove your secular loyalty, but we are not. നിങ്ങൾക്ക് മതേതരമായി നിലകൊള്ളേണ്ടത് അല്ലെങ്കിൽ അത്തരം ആശയങ്ങളോടൊപ്പം നിൽക്കേണ്ടത്, നിങ്ങൾ അതിനോട് വിധേയപ്പെട്ടവരാണ് എന്ന് കാണിക്കുന്നത് നിങ്ങൾക്കൊരു നിർബന്ധിതാവസ്ഥയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കില്ല. We are and will exist in every space as sons, daughters, grandsons and granddaughters of Malcolm X, Ali Musliar and Waryam Kunnath. ഇതാണ് അതിനകത്ത് എഴുതിയത്. Those slogans are our spirits and we have derived our imagination and being political from our forefathers. ഞങ്ങളുടെ വല്യപ്പമാരാണ് ഇവരൊക്കെ. For your people, this might be mere slogans. നിങ്ങൾക്കിതൊക്കെ വെറും സ്ലോഗൻ ആയിരിക്കാം. But for us, this is one which liberate ourselves. At this point, we are clear. We don't hold any burden of chanting secular slogans and may not fit your secular vocabulary. Our engagement and approach altogether is different from you, and this is the fundamental difference. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്. ഇതോടൊപ്പം സമാനമായ മറ്റൊരു സംഗതി
അതിൽ അവർ എടുത്തുന്നയിച്ചത് ഈ വാര്യംകുന്നനും ഈ പറയുന്ന അലി മുസ്ലിയാരുടെ പേര് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞത് ഹുദൈബിയ, അതുപോലെ ഉഹുദ്, അതുപോലെ ബദർ, ഇതുപോലെയുള്ള ഇസ്ലാമിക യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് ഈ കുട്ടികൾ, ഈ മൗദൂദി കുഞ്ഞുങ്ങളെന്ന് പ്രചരിപ്പിച്ചത്. അപ്പോൾ ഉഹുദിനെ കുറിച്ചും ബദറിനെ കുറിച്ചും അറിയുന്ന എനിക്ക്, ഹുദൈബിയ സന്ധിയെക്കുറിച്ച് അറിയുന്ന എനിക്ക്, ഇതേ ആളുകൾ വാര്യംകുന്നനെ കുറിച്ച് പറഞ്ഞപ്പോൾ സംതിങ് ഫിഷി, അവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴാണ് ഇറങ്ങിത്തിരിക്കുന്നത്, എന്തെങ്കിലും കാണും എന്നുള്ള ഒരു അന്വേഷണം. അതുവരെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇതെല്ലാം സ്വാതന്ത്ര്യ സമരമാണ്, മലബാർ ലഹള എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ ഒരു സംഗതിയാണ് എന്ന ലെവലിലാണ് നമ്മളെല്ലാം മനസ്സിലാക്കി പോകുന്നത്. ഏതായാലും അന്ന് തുടങ്ങിയ അന്വേഷണം ഇന്ന് എത്തി നിൽക്കുന്നത് ഇവിടെയാണ്, ഈ ചർച്ചയിലേക്കാണ് എന്ന് വരുന്നിടത്ത് നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മാഷോട് എനിക്ക് ചോദിക്കാനുള്ളത്, സത്യത്തിൽ ഇതുപോലെയാണോ ഈ നാട്ടിലെ മുസ്ലിം സമുദായം ഉണ്ടായിരുന്നത്? ഇവിടെ വാര്യംകുന്നനിലൂടെ കാണുന്ന ഇതുപോലെ ഇൻഷാ അല്ലാ, അല്ലാഹു അക്ബർ വിളിക്കുകയും നാടിനോടും സെക്യുലറിസത്തോടും ഒരു കൂറുമില്ലാത്ത തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻസ് ആയിരുന്നോ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? അവിടുന്ന് എങ്ങനെയാണ് വാര്യംകുന്നനിലേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ച് മാഷ് എന്താണ് ആദ്യം ഒരു തുടക്കം എന്ന നിലയ്ക്ക് പറയാനുള്ളത്? നമസ്കാരം. ആദ്യം ഞാൻ എസൻസിനെ അഭിനന്ദിക്കുന്നു. മലപ്പുറത്തിൻ്റെ ഒരു മതേതരമായ മഹാകാശത്തെ തെളിമയോടെ നിലനിർത്തുന്നതിൽ കഴിഞ്ഞ കുറേ കാലമായി എസൻസ് വഹിക്കുന്ന പങ്ക് ഞാൻ നെഞ്ചിൽ കൊണ്ടറിയുന്നുണ്ട്. രണ്ട്, മലബാർ കലാപത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ലോകമാസകലം ഈ മലബാർ കലാപം വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയും അത് പുനർനിർമ്മിക്കപ്പെടുകയും പുനർരചിക്കപ്പെടുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിലാണ്. മൂന്ന്, അതിന് തിരഞ്ഞെടുക്കുക ഒരു യാദൃച്ഛികമാകും. തീർച്ചയായിട്ടും അതിന് കിട്ടിയ ഒരു വേദി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ തന്നെയുള്ള ഒരു ടൗൺ ഹാളായി എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, എന്നോട് ഈ വിഷയം സംസാരിക്കുന്നത് ആരിഫ് ഹുസൈനാണ്. ഇന്ന് എൻ്റെ ഒരു ആത്മസുഹൃത്ത് രാവിലെ ഈ കോപ്പയുടെ പോസ്റ്റർ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്, ഇന്ന് ഇബ്ലീസിനോടാണല്ലേ വർത്താനം എന്നാണ്. ഈ ഇബ്ലീസ് എനിക്കൊരു പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതിൻ്റെ കാരണം എനിക്ക് പണ്ട് മലപ്പുറത്തൊരു ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എം ഗോവിന്ദൻ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. സ്വതന്ത്ര ചിന്ത എന്ന പേരില്ലാത്ത കാലത്തും പ്രത്യേകിച്ച് മതേതരം എന്ന് വിളിക്കുന്നവർ മതം കളിച്ച കാലത്ത്, അത് തുടങ്ങിയ കാലത്ത് അതിനോട് കലഹിച്ച വലിയ മനുഷ്യർ ഈ മണ്ണിലുണ്ടായിരുന്നു എന്ന് പറയാനാണ്. എം ഗോവിന്ദൻ്റെ വിഖ്യാതമായൊരു കവിതയാണ്, ഇബിലീസ് ഇല്ലാത്തൊരു ഉലകിൽ പടച്ചോനും അബലൻ, ആലസ്യത്താൽ അങ്ങേര് തൂങ്ങിച്ചാവും എന്നെഴുതിയത് ഗോവിന്ദനാണ്. ഇബ്ലീസ് ഇല്ലെങ്കിൽ പടച്ചോന് പോലും നിലനിൽപ്പില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് പടച്ചോനെ പോലും നിലനിർത്തുന്ന ഇബ്ലീസുകളോട് കൂട്ടുകൂടുക എന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. മലബാർ കലാപത്തെ കുറിച്ചുള്ള മുഴുവൻ നറേറ്റീവും ഞാൻ മലപ്പുറത്ത് പരമ യാഥാസ്ഥികമായ ഒരു കുടുംബ സാഹചര്യത്തിലൊക്കെ വളർന്നു വന്ന കാലത്ത് വായനയോടുള്ള താല്പര്യം വെച്ച് മലബാർ കലാപത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയ കാലത്ത് കണ്ട മലബാർ കലാപമേ അല്ല പുതിയ ലോകത്തെ മലബാർ കലാപം. പുതിയ ലോകത്തെ മലബാർ കലാപത്തെ സമ്പൂർണ്ണമായി മാറ്റി എഴുതുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻകൈ എടുക്കാൻ എസൻസ് തയ്യാറാകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയൊന്നും അല്ല. മലബാർ കലാപത്തെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അബദ്ധം ഈ മണ്ഡലത്തിൽ കാണിച്ചത് ഇടത് ചരിത്രകാരന്മാരാണെന്ന് ഞാൻ പറയില്ല. ഇടത് ചരിത്രകാരന്മാരുടെ കാലികമായ മാറ്റിപ്പറച്ചിലുകളാണ് വലിയ അപകടം ഉണ്ടാക്കിയത്. ഒരു കാലത്ത് നേരായ വിധത്തിൽ മലബാർ കലാപത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചരിത്രത്തിൽ. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പാർലമെൻ്ററി രാഷ്ട്രീയം വല്ലാതെ ഇടതുപക്ഷ ആശയത്തെ പിടികൂടിയ കാലത്ത് ഈ അവസരം പോലെ തരാതരം പോലെ ഇത് മാറ്റിപ്പറയുകയോ നേരത്തെ പറഞ്ഞത് വിഴുങ്ങുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഒരു അപകടമാണ് ഉണ്ടാകുന്നത്. ഞാൻ ആമുഖമായി പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാം. പക്ഷേ എസൻസിൻ്റെ സമയം പാലിക്കേണ്ടതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് പറയുന്ന, നിങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന 3 വാക്കുകളാണ്. മലബാർ കലാപം സാമ്രാജ്യത്വ വിരുദ്ധമായ പോരാട്ടമാണോ? അല്ല എന്ന് ഞാൻ പറയും. 2, മലബാർ കലാപം ജന്മിത്വ വിരുദ്ധമായ പോരാട്ടമാണോ? അല്ല എന്ന് ഞാൻ പറയും. എൻ്റെ വായനയും അനുഭവങ്ങളും തെളിവുകളും വെച്ച് തന്നെ പറയാം. 3ാമത്തെ കാര്യം, മലബാർ കലാപത്തിൽ മതപരമായ അംശമുണ്ടോ? അതേ ഉള്ളൂ എന്ന് ഞാൻ പറയും. 3 കാര്യങ്ങൾ. ഇപ്പോൾ 1ാമത്തെ കാര്യം എടുത്താൽ, ഞാൻ 2 മിനിറ്റ് ഈ ആമുഖം ചോദ്യത്തിലേക്ക് വരാം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, മലബാർ കലാപം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണോ?
എന്ന ചോദ്യത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്താണ്? ഒരു സാമ്രാജ്യത്തോട് ഒരു കോളനി രാജ്യത്തെ ജനത നടത്തുന്ന പോരാട്ടത്തിനാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം എന്ന് പറയുക. മലബാർ കലാപത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ പോരാട്ടം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ആർക്കെതിരെ നടത്തിയ പോരാട്ടം? മറ്റൊരു സാമ്രാജ്യത്തിനെതിരെ നടത്തിയ ഒളിപ്പോരും ഗറില്ല പോരും ചാരപ്രവൃത്തിയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ദേശവ്യാപകമായി നടന്ന ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ കലാപം എന്ന് കാണാൻ പറ്റും. എന്തായിരുന്നു അത്? നമുക്കറിയാം, ഖിലാഫത്ത് പ്രമേയം വരുന്നത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഖിലാഫത്ത് പ്രമേയം വരാൻ ഇടയാക്കിയത് ഒന്നാം ലോക മഹായുദ്ധമാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ലോകത്ത് 2 സാമ്രാജ്യങ്ങളേ ഉള്ളൂ, പ്രധാനപ്പെട്ട 2 സാമ്രാജ്യങ്ങൾ. ഒന്ന് ബ്രിട്ടീഷ് എംപയർ ആണ്, മറ്റേത് ഉസ്മാനിയ ഖിലാഫത്താണ്, ഒട്ടോമൻ എംപയർ ആണ്. ഈ 2 എംപയറുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു എംപയർ തോൽക്കുന്നു, ഒരു എംപയർ ജയിക്കുന്നു. അതിനെ തുടർന്നുള്ള ലോകത്ത് നടക്കുന്നത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഏജന്റുമാരായി ഒരുപാട് പേരെ പല സംസ്ഥാനങ്ങളിൽ പല പ്രദേശങ്ങളിൽ തരാതരം പോലെ റിക്രൂട്ട് ചെയ്ത് ഏൽപ്പിച്ച ഒരു ചാരപ്പണി എന്ന് വേണം കൃത്യമായിട്ട് ഈ മലബാർ കലാപത്തിൻ്റെ കൂടി അംശത്തെ കാണാൻ. ഞാൻ അതിന് തെളിവ് പറയാം. തെളിവില്ലാത്ത ഒന്നും ഒരു വേദിയിലും പറയാൻ പാടില്ല, ഒരു മാധ്യമത്തോടും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ നിർബന്ധം. എസൻസിന് എന്നേക്കാൾ നിർബന്ധമുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരൊറ്റ ചോദ്യം ഓർത്താൽ മതി. മലബാർ കലാപം തുടങ്ങുന്ന 21-ലല്ലോ, അതിൻ്റെ 100 കൊല്ലം മുമ്പാണ്. 1852 മാർച്ച് മാസം 19-ാം തീയതിയാണ് ഇവിടുന്ന് ഈ കടപ്പുറത്ത് നിന്ന് മമ്പറം ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തുന്നത്. ഫസൽ പൂക്കോയ തങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മമ്പറം തങ്ങൾ എന്ന് പറയും. പോരാ, മമ്പറം 1-ാം തങ്ങളല്ല, 2-ാം തങ്ങൾ. 1-ാം തങ്ങൾ ബാപ്പയാണ്, അത് സയ്യിദ് അലവി തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് സൂഫി ഇന്ത്യൻ അധിഷ്ഠിതമായ ഒന്നാണ്. എന്നാൽ ആ സമയമായപ്പോഴേക്ക് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഏജൻസി പണി മമ്പുറത്തും എത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. 1852 അദ്ദേഹത്തെ നാട് കടത്തുന്നത് എങ്ങോട്ടാണ്? അദ്ദേഹം ആവശ്യപ്പെട്ട സ്ഥലത്തേക്കാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും ബ്രിട്ടീഷുകാരുടെ ചെലവിൽ കൊണ്ടുപോയി നാട് കടത്തുന്നത്. 1852-ലാണ്. ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു നാട് കടത്തപ്പെട്ടയാൾ അയാൾ ആവശ്യപ്പെട്ട നാട്ടിലേക്ക് നാട് കടത്തിയിട്ടുണ്ടോ? അദ്ദേഹം ജിദ്ദയിലെത്തുന്നു. അദ്ദേഹത്തെ ആദ്യം തന്നെ നിയമിക്കുന്നത് രാജാവിൻ്റെ തുർക്കി സുൽത്താൻ്റെ രാജകീയ അതിഥിയെ റോയൽ ഗസ്റ്റായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് അവിടെ ആദ്യം കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് യമനിലെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ മഹാസാമ്രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, റെയിൽവേ കാര്യ മന്ത്രിയാണ്. അറേബ്യയിൽ പോകുന്നവർക്കറിയാം, പണ്ട് തകർക്കപ്പെട്ട ഹിജാസ് റെയിൽവേ ഒക്കെ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. നമ്മുടെ മലബാറിൽ നിന്ന് പോയ മമ്പറം തങ്ങളാണ്. ഒരു കാര്യം ഓർമ്മിക്കുക, മമ്പറം തങ്ങൾക്ക് തൻ്റെ യജമാനൻ്റെ നാട്ടിലേക്ക്, തൻ്റെ യജമാനൻ്റെ രാജകൊട്ടാരത്തിലേക്ക് നാട് കടത്തി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരെ നടപ്പാക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ കനോലി എന്ന കലക്ടർക്ക് കൃത്യമായി വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇദ്ദേഹം ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. മമ്പറം തങ്ങളുടെ അനുയായികളായിട്ടാണ് പിൽക്കാലത്ത് ഈ മലബാർ കലാപം പല ഭാഗത്തായിട്ട് ഏറ്റെടുത്തവരൊക്കെ ആദ്യകാലത്ത് പ്രവർത്തിച്ചത്. അതുകൊണ്ടൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിളാണ് കാര്യം. ഉസ്മാനിയ ഖിലാഫത്തിന് വേണ്ടി ബ്രിട്ടീഷ് എംപയറിൻ്റെ കാലത്ത് ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്രിട്ടീഷ് എംപയറിൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ഏജന്റുമാരെ പോലെ, ചാരന്മാരെ പോലെ ഇവിടെ മലബാറിൽ ആ പണി ഏറ്റെടുത്തത് ആണ് മലബാർ കലാപം. 21 മുമ്പാണ് മമ്പറം തങ്ങളും കൂട്ടരും ഏറ്റെടുത്തതെങ്കിൽ പിൽക്കാലത്ത് അത് വാരിയംകുന്നനും കൂട്ടരും ഏറ്റെടുത്തു. ഞാൻ വാരിയംകുന്നനെ വാഴ്ത്തുന്ന, വാരിയംകുന്നനെ സുൽത്താൻ എന്നൊക്കെ വിളിക്കുന്ന റമീസ് അഹമ്മദിൻ്റെ പുസ്തകം വന്ന കാലത്തും അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, വാരിയംകുന്നനെ നിങ്ങൾ എപ്പോഴെങ്കിലും വാരിയംകുന്നൻ്റെ തലയിൽ നിങ്ങളൊരു ഗാന്ധി തൊപ്പി കാണിച്ചു തന്നിട്ടുണ്ടോ? വാരിയംകുന്നൻ്റെ തലയിൽ എന്നും ഒരു തുർക്കി തൊപ്പി ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൊടിയും അദ്ദേഹത്തിൻ്റെ നാണയവും അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും എല്ലാം തുർക്കിയാണ്. തുർക്കി ഖലീഫയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഒരു 3.5 താലൂക്ക് പിടിച്ചെടുത്തിട്ട് അവിടെ ഇസ്ലാമിക ഖിലാഫത്ത് നടപ്പാക്കാൻ ശ്രമിച്ച ഒരാളെയാണ് നമ്മൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് വിളിക്കേണ്ടത്. അതിന് ധാരാളം തെളിവുകൾ വേണോ, എത്ര വേണമെങ്കിലും തരാം. അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ 4 പ്രോവിൻസുകളായിട്ട് തിരിച്ചു. 4 പ്രോവിൻസുകാർക്ക്, ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ പോലും പലരും പറയുന്ന അദ്ദേഹം മലയാള രാജ്യം സ്ഥാപിച്ചു, മലയാളത്തിലെ മുഴുവൻ പേർക്കും വേണ്ടി ഭരിച്ചു. ആണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 4 പ്രോവിൻസിൻ്റെ 4 ഗവർണർമാരെ തിരഞ്ഞെടുത്തപ്പോൾ ബ്രിട്ടീഷുകാരോട് സംസാരിക്കാൻ അറിയാവുന്ന, ബ്രിട്ടീഷുകാരോട് നേരായ മാർഗത്തിൽ, അഹിംസാ മാർഗത്തിൽ സമരം ചെയ്തിരുന്ന ധാരാളം കോൺഗ്രസ് നേതാക്കന്മാർ ഈ പ്രദേശത്തുണ്ടായിരുന്നല്ലോ. ഇവിടെ മാധവൻ നായരുണ്ടായിരുന്നു, ഗോപാലമേനോൻ ഉണ്ടായിരുന്നു, ചേറ്റൂർ ശങ്കരൻ നായരുണ്ടായിരുന്നു. എത്ര പേർ, ഇവർ തന്നെ എത്ര പേർ. എന്നാൽ അദ്ദേഹം 4 ഗവർണർമാരെ തിരഞ്ഞെടുത്തല്ലോ ആരായിരുന്നു? 1 വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തന്നെ, 2 അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ആലി മുസ്ലിയാർ, 3 ചെമ്പ്രശ്ശേരി കുഞ്ഞിക്കോയ തങ്ങൾ, 4 കുമരംപുത്തൂർ സീതിക്കോയ തങ്ങൾ. ഇവരാണ് 4 ഗവർണർമാർ, അക്ഷരകുക്ഷികളായ.
നിരക്ഷര കുക്ഷികൾ എന്ന് വിളിക്കേണ്ട ആളുകൾ എന്തുകൊണ്ടാണ് അവർ തിരഞ്ഞെടുത്തു? തുർക്കി സുൽത്താനേറ്റിൻ്റെ ഏജൻറ്റുമാരായി ഏജൻസി പണിയെടുക്കുമ്പോൾ ഒരു സുൽത്താനേറ്റിൻ്റെ അമീറുമാരായി നിയമിക്കുന്നവർക്ക് ചില യോഗ്യതകളുണ്ട്. അബ്ദുൽ ഇമാം ഷക്കിൻ്റെ മുമ്പിലുണ്ട്. അതിൻ്റെ യോഗ്യതകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നുകിൽ ഉലമ ആകണം, അല്ലെങ്കിൽ ഉമറ ആകണം, അല്ലെങ്കിൽ അഹ്ലു ബൈത്ത് ആകണം. ആണല്ലോ, ഈ 3 കാറ്റഗറിയിൽപ്പെട്ടവരെ നിയമിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഭരിച്ചത് തുർക്കിക്ക് വേണ്ടിയാണ്. അദ്ദേഹം ഒരുപാട് 4 യോഗങ്ങളെങ്ങാണ്ട് പാണ്ടിക്കാട്ട് ചേർന്നല്ലോ. അദ്ദേഹത്തിൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഈ രാജ്യത്തെ ഏത് ഭരണക്രമമാണ് നടപ്പാക്കേണ്ടത്? 4 യോഗത്തിലും നടന്ന പ്രധാനപ്പെട്ട അജണ്ട ചരിത്ര പുസ്തകങ്ങൾ വെച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റും. 4 യോഗത്തിലെയും പ്രധാനപ്പെട്ട അജണ്ട ജനാധിപത്യം വേണമെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇസ്ലാമിക ശരീഅത്ത് എങ്ങനെ നടപ്പാക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. അതുകൊണ്ട് ഈ വസ്തുതയൊക്കെ ഒന്ന് പൊളിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണോ? ആണ്. ഒരു സാമ്രാജ്യത്വം മറ്റേ സാമ്രാജ്യത്വത്തിന് വേണ്ടി നടത്തിയ ചാരപ്പണിയുടെ ഭാഗമായിരുന്നു എന്ന് കാണാൻ പറ്റും. 2, ഇത് ജന്മിത്വ വിരുദ്ധ പോരാട്ടമാണോ? മലബാർ കലാപത്തിലെ പോരാട്ടമൊക്കെ എടുത്തോളൂ. പാവം കുടിയാന്മാരെ ഈ കലാപത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അടിസ്ഥാന വികാരം ജന്മിത്വത്തിൻ്റെതാണോ? ഞാൻ ഉദാഹരണങ്ങളാണ്. ഈ മലബാർ കലാപകാലത്ത് നടന്ന ഏറ്റവും പ്രമാദമായ ഒരു യുദ്ധമാണ് ഈ ചേറൂർ കലാപം. ചെറൂർ കലാപത്തിൽ എന്തായിരുന്നു പ്രശ്നം? കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ ജന്മിയാണ്, മമ്പുറം തങ്ങൾ മറ്റൊരു ജന്മിയാണ്. ഒരു ജന്മിയുടെ ഒരു പണിക്കാരി ചെന്നിട്ട്, ഒരു തൊഴിലാളി സ്ത്രീ ചെന്നിട്ട് അപ്പുറത്ത് പോയി മതം മാറി, സ്വയമാകാം, പരപ്രേരണ കൊണ്ടാവാം. അതായിരുന്നില്ലേ ചെറൂർ കലാപത്തിൻ്റെ കാര്യം? എന്ന് പറഞ്ഞാൽ എന്താ? ജന്മിയും തമ്മിലാണ് പ്രശ്നം. ഇവിടെ 1894 ഈ മണ്ണാർക്കാട്ട് ലഹള ഉണ്ടായത്. എന്തായിരുന്നു കാര്യം? മണ്ണാർക്കാട് തങ്ങൾ ജന്മിയാണ്, അപ്പുറത്ത് ഈ ഒളപ്പമണ്ണ നമ്പൂതിരി മറ്റൊരു ജന്മിയാണ്. ഒരു നമ്പൂരിയുടെ തൊഴിലാളി സ്ത്രീ ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാൽ എന്താ? ജന്മി ടു ജന്മിയാണ്. പോട്ടെ, വാരിയംകുന്നത്ത് ഏത് കുടിയാനെയാണ് പ്രതിനിധീകരിച്ചത്? വാരിയംകുന്നത്തിൻ്റെ വല്ലിപ്പ തുവൂരിലെ വലിയ ജന്മിയായിരുന്നല്ലോ. ഉണ്ണി മുഹമ്മദ് ഹാജി വലിയ ജന്മിയായിരുന്നു. അതുകൊണ്ടാണല്ലോ വാരിയംകുന്നത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങളെപ്പോലുള്ളവർ വാദിക്കുന്നത്. പലരും പറയുന്നത് എന്താ? വാരിയംകുന്നത്തിൻ്റെ ബാപ്പാൻ അന്തമാനിലേക്ക് നാട് കടത്തി. എന്തിന്? മണ്ണാർക്കാട് ലഹളയിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് 2 ജന്മിമാർ തമ്മിൽ നടന്ന ലഹളയാണ്, അല്ലാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന കലാപമല്ല. ജന്മിയും കുടിയാനും തമ്മിൽ നടന്ന ലഹളയല്ല. 2 ജന്മിമാർ തമ്മിലുള്ള കലാപത്തിൽ മുസ്ലിമായ മണ്ണാർക്കാട് തങ്ങളുടെ പക്ഷത്ത് ചേർന്നു എന്നുള്ളതാണ് വാരിയംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജി ചെയ്ത കുറ്റം. അതിനാണ് നാട് കടത്തിയത്. അന്തമാനിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ ബ്രിട്ടീഷർ കണ്ടുകെട്ടി. എന്നാൽ വാരിയംകുന്നത്തിന് ആ സ്വത്ത് വല്ലതും നഷ്ടപ്പെട്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ സ്വന്തം ആളുകളെ വിട്ട് ഇത് ലേലത്തിന് വെച്ചപ്പോൾ വാരിയംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെ മുഴുവൻ സ്വത്തും തിരിച്ചെടുത്തു. ഒരു നയാ പൈസയുടെ സ്വത്തും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞത് 2 സൂചന പറയാനാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമല്ല, ജന്മിത്വ വിരുദ്ധ പോരാട്ടമല്ല. 3, ഇത് മതമാണോ? മതം മാത്രമാണ്. മലബാർ കലാപത്തിൽ മതമില്ല എന്നൊരു പുതിയ വെർഷനുമായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. എന്താണ് മലബാർ കലാപത്തെക്കുറിച്ച് നടന്ന പഠനങ്ങൾ എടുത്തു നോക്കും. മലബാർ കലാപത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ തന്നെ ചില തമാശകളുണ്ട്. മലബാർ കലാപത്തെക്കുറിച്ച് ഏറ്റവും നല്ല പഠനങ്ങൾ എഴുതിയ 2 മലയാളികൾ, അതിനു മുമ്പ് 2 ബ്രിട്ടീഷുകാരാണ്, 2 വിദേശികളാണ് എഴുതിയത്. ആദ്യത്തെ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഗവേഷണ പഠനം വരുന്നത് 1980-ലാണ്. അത് എഴുതിയത് അമേരിക്കക്കാരനായ സ്റ്റീഫൻ ഫ്രെഡറിക് ഡെയിൽ. അത് കഴിഞ്ഞിട്ട് 86-ലാണ് വരുന്നത്. അതൊരു ബ്രിട്ടീഷുകാരനാണ്. അത് എഴുതിയത് കോൺറാഡ് വുഡാണ്. 2ാമത്തെ പഠനം വരുന്നത്. ഞാൻ പറയുന്നത് ഈ 2 പഠനം കഴിഞ്ഞ് പിന്നെ 1989 ഒരേ സമയത്ത് ഒരേ വർഷം 2 മലയാളികൾ ഗവേഷണ പഠനം എഴുതുന്നത്. ഒന്ന് ഡോക്ടർ എം ഗംഗാധരൻ മാഷാണ്, 2 കെ എൻ പണിക്കർ സാറാണ്. കെ എൻ പണിക്കർ സാറിൻ്റെ പുസ്തകമാണ് 1836 കലാപം തൊട്ട് 921 കലാപങ്ങൾ വരെയുള്ള കലാപ പരമ്പരയുടെ സൂക്ഷ്മമായ ജെനറ്റിക്സ് പരിശോധിക്കുന്നത്. അത് എന്താ പുസ്തകത്തിൻ്റെ തലക്കെട്ട്? എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്നാണ്. എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിനും പ്രഭുക്കന്മാർക്കും എതിരെ, എന്ന് വെച്ചാൽ ജന്മിത്വത്തിനും രാഷ്ട്രത്തിനും എതിരെയാണെന്ന് നമുക്ക് തോന്നും. സാമ്രാജ്യത്വ വിരുദ്ധമാണ്, ജന്മിത്വ വിരുദ്ധമാണെന്ന് തോന്നും. പക്ഷേ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ മെയിൻ ടൈറ്റിൽ അല്ല കണ്ടന്റ്, സബ് ടൈറ്റിലാണ്. സബ് ടൈറ്റിൽ എന്താ? റിലീജിയൻ ആൻഡ് പെസന്റ് അപ്രൈസിങ്സ് ഇൻ മലബാർ എന്നാണ്. മലബാറിലെ ഓരോ കർഷക മുന്നേറ്റത്തിലും കർഷക കലാപങ്ങളിലും മതം വഹിച്ച പങ്കാണ്. ഞാൻ ആ പരമ്പര മുഴുവൻ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് പലതവണ. ഉദാഹരണങ്ങൾ എത്രയോ വേണമെങ്കിൽ ഞാൻ പറയാം. ചെറൂർ എന്തിനായിരുന്നു കലാപം? ചെറൂർ കലാപം ഒരു തൊഴിലാളി സ്ത്രീ മതം മാറിയതിനാണ്. ഇവിടെ മങ്കടയിൽ എന്തിനായിരുന്നു കലാപം? ഒരു പള്ളിക്ക് മതിലുണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഈ കലാപങ്ങളുടെ ഒക്കെ കണക്കെടുത്തോളൂ. തൂതയിൽ എന്തിനായിരുന്നു കലാപം? ഒരു വെളിച്ചപ്പാടിനെ അനാവശ്യമായിട്ട് വഴിയിലിട്ട് ഉപദ്രവിച്ചതിനാണ്. മതം എല്ലായിടത്തും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. മതം തന്നെയായിരുന്നു ഘടകം. മലബാറിൽ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, മലബാറിൽ എന്തായിരുന്നു മലബാർ കലാപം?
മലബാർ കലാപം എൻ്റെ വല്യമ്മ പറയുന്നുണ്ട് ഖിലാഫത്താണ്. ഖിലാഫത്ത് എന്താ? തുർക്കി ഖിലാഫത്തിന്റെ മാതൃകയിൽ മലബാറിൽ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കാനാണ്, അല്ലാതെ 1920 നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനം പാസാക്കിയ പ്രമേയമല്ല. നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനം പാസാക്കിയ പ്രമേയമാണെങ്കിൽ ആ പ്രമേയത്തിലെ ആദ്യത്തെ 3 വാക്യങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ 3 വാക്യം എന്താ? 1, അഹിംസാധിഷ്ഠിതമായിരിക്കണം സമരം. പച്ചമട്ടലും പിച്ചാത്തിയുമായി സമരത്തിന് പോകാൻ നാഗ്പൂർ പ്രമേയം പറഞ്ഞിട്ടില്ല. അഹിംസാധിഷ്ഠിതമായിരിക്കണം. 2, ഇന്ത്യയിലാകെ സമരമുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരെ ഓടിച്ചിട്ട് ഇവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കാനാണ് സമരം, അല്ലാതെ എവിടെയെങ്കിലും ഒരു 3 വില്ലേജ് പിടിച്ചിട്ട് അവിടെ തുർക്കി ഖലീഫയുടെ കൊടി നാട്ടിയിട്ട് ഇസ്ലാമിക ഭരണം നടപ്പാക്കാനല്ല. ലക്ഷ്യത്തിലും മാർഗത്തിലും മലബാർ കലാപം നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമല്ല. ഇതിനകത്തുണ്ടായിരുന്ന ഒരു ഘടകം തുർക്കി ഖിലാഫത്തിന്റെ, ഞാൻ ആവർത്തിക്കുന്നു, 3 ഘടകങ്ങൾ വളരെ സിമ്പിളാണ്. 1, തുർക്കി ഖിലാഫത്തിന് വേണ്ടി ബ്രിട്ടീഷ് എംപയറിനകത്ത് നടന്ന ചാരപ്പണി, അതിന് പ്രതിഫലം പറ്റേണ്ടവർ പറ്റിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ വാര്യംകുന്നത്തിനെ പോലും ഞാൻ സൂചിപ്പിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ചരിത്രം ദീർഘമായി പരിശോധിക്കേണ്ടതുണ്ട്. ബാപ്പ കലാപത്തിൽ പങ്കെടുത്ത് നാട് വിടുന്നതിന് മുമ്പ് തന്നെ, അതിൻ്റെ 5 കൊല്ലം മുമ്പ് അദ്ദേഹത്തെ ഇവിടെ നാട് കടത്തിയിട്ടുണ്ട്. മഞ്ചേരി ചന്തയിൽ നടത്തിയ ചില അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒക്കെ കുരുത്തം കെട്ട പണികളൊക്കെ ആദ്യകാലത്ത് ചെയ്തവരാണ്. അദ്ദേഹത്തെ ഇവിടെ നാട് കടത്തിയിട്ടുണ്ട്. 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കൂ, ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നടത്തിയിട്ടുള്ള കലാപത്തിൻ്റെ ഒക്കെ വിശദാംശങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വാര്യംകുന്നത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എടുത്താൽ മനസ്സിലാവും. മതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഇങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, മലബാറിൽ തുർക്കി ഖിലാഫത്ത് മോഡലിൽ ഒരു ഖിലാഫത്ത് ഉണ്ടാക്കാനായിരുന്നു സമരം, വേറെ ഒന്നിനുമല്ല. വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ പോട്ടെ, ഇന്ത്യ ജനാധിപത്യ രാജ്യമാകട്ടെ. മഹാത്മാഗാന്ധിക്ക് ഞാൻ ചോദിക്കട്ടെ, മലബാർ കലാപകാലത്ത് ആരെങ്കിലും കേട്ട അനുഭവം ആരും രേഖപ്പെടുത്തിയില്ല. AK കോഡൂരിനാണ് മലബാർ കലാപം നടന്ന മണ്ണിലൂടെ മുഴുവൻ സഞ്ചരിച്ചിട്ട് അവിടെ കേട്ട ആ തലമുറയിൽ നിന്ന്, 1ാം തലമുറയിൽ നിന്ന് കേട്ട മുദ്രാവാക്യങ്ങൾ മുഴുവനും പകർത്തിവെച്ച മനുഷ്യനാണ് AK കോഡൂർ. ചോദിക്കട്ടെ, AK കോഡൂർ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും മഹാത്മാഗാന്ധി സിന്ദാബാദ് എന്ന് ആരെങ്കിലും വിളിച്ചത് കേട്ടിട്ടുണ്ടോ ആ കലാപകാലത്ത്? ആലോചിച്ച് നോക്കും. മഹാത്മാഗാന്ധിയാണല്ലോ, മൗലാന ഷൗക്കത്ത് അലിയാണ് ആ പ്രമേയം, ഖിലാഫത്ത് പ്രമേയം പാസ്സാക്കിയതെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഒത്താശയോടുകൂടിയാണല്ലോ. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്നില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കലാപത്തിന് എല്ലാവരും എതിരായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ എല്ലാവരും കലാപത്തിൻ്റെ വക്താക്കളാണ്. കലാപത്തെക്കുറിച്ച് മിണ്ടിക്കൂടാ, കലാപത്തിനെതിരായി ഒന്നും പറഞ്ഞുകൂടാ. ആരാ കലാപത്തെ അനുകൂലിച്ചതെന്ന്? RSSകാർ ഇപ്പോൾ കലാപത്തെക്കുറിച്ച് പറയുന്ന അവർ അന്ന് തീർച്ചയായിട്ടും 1925 മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. 21 മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ആരെങ്കിലും കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗ് ഖിലാഫത്ത് പ്രമേയം മൗലാന ഷൗക്കത്ത് അലി അവതരിപ്പിച്ച അതേ പന്തലിലുണ്ടായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന. അന്ന് കോൺഗ്രസിൻ്റെ സമ്മേളനവും മുസ്ലിം ലീഗിൻ്റെ സമ്മേളനവും ഒരുമിച്ച് ഒരു പന്തലിലാണ് നടക്കുക. മുഹമ്മദ് അലി ജിന്ന പരസ്യമായിട്ട് എതിർത്ത് വന്നല്ലോ. പരസ്യമായി ആദ്യമായി ഖിലാഫത്ത് പ്രമേയത്തെ എതിർത്തത് മുഹമ്മദ് അലി ജിന്നയാണ്. ജിന്നയുടെ അനുയായികളായ ലീഗുകാരൊക്കെ തന്നെ മലബാർ കലാപത്തിനെതിരായിരുന്നു. കൊരമ്പയിൽ അഹമ്മദ് ഹാജി വരെ അവസാന കാലത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ വല്യപ്പാൻ്റെ സ്വത്ത് മുഴുവൻ വാര്യംകുന്നത്തും കൂട്ടരുമാണ് കൊള്ളയടിച്ച് കൊണ്ടുപോയത്. എന്തിനായിരിക്കും അത്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും അവരുടെ സ്വത്ത് കൊള്ളയടിച്ചെങ്കിൽ ഇവർ കലാപത്തോടെടുത്ത നിലപാട് എന്തായിരിക്കും? എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒറ്റ കാര്യം ഞാനത് സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്, മലബാർ കലാപം എന്നത് മലബാറിൽ ഒരു തുർക്കി ഖിലാഫത്തിൻ്റെ മോഡലിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നടന്ന ശ്രമമാണ്. അതിൻ്റെ പുനർവായനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുനഃസ്ഥാപനമാണ് സുൽത്താൻ വാര്യംകുന്നൻ എന്ന പേരിട്ടുകൊണ്ട് പുതിയ തിരിച്ചുവരവ് നടത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ മലബാർ കലാപത്തെ ചിലർക്ക് പുനർവായിക്കണം, ചില സുൽത്താൻമാരെ പുനഃസ്ഥാപിക്കണം, മതരാഷ്ട്രവാദത്തിൻ്റെ വേരുകൾ ഈ മണ്ണിലുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കണം. അങ്ങനെ ഒരു കാലത്ത് തീർച്ചയായിട്ടും ജനാധിപത്യവാദികൾ ചെയ്യേണ്ടത് മലബാർ കലാപം സമ്പൂർണമായും രാജ്യവിരുദ്ധമായിരുന്നു. അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമല്ല, ജന്മിത്വ വിരുദ്ധ പോരാട്ടമല്ല, അത് മതപരമായൊരു കലാപം മാത്രമായിരുന്നു. എന്തിനാണ് ഇത്? ഇപ്പോൾ വാര്യംകുന്നൻ നേരിട്ട് അറിഞ്ഞും അറിയാതെയും എത്രയോ പേരെ മതം മാറ്റാൻ ചെന്നല്ലോ. സാക്ഷാൽ മാധവൻ നായർ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. വാര്യംകുന്നൻ ആളെ വിട്ടു അദ്ദേഹത്തെ മതം മാറ്റാൻ. അപ്പോൾ മലബാർ കലാപകാരികൾ തന്നെ ഇദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നുണ്ട്. കാവൽ നിൽക്കുന്നവരോട് ചോദിച്ചു, അല്ല ആചാര്യരുടെ ആൾക്കാർ വന്നിട്ട് എന്നോട് മതം മാറണമെന്ന് പറയുന്നു, നിങ്ങൾ എവിടെ നിൽക്കും? നിങ്ങളല്ലേ എൻ്റെ കാവൽ, എൻ്റെ ജീവൻ രക്ഷിക്കുന്നത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ കലാപകാരികൾ അന്നേരത്ത് പതുക്കെ തലതാഴ്ത്തി പറഞ്ഞു, അത്രേ നായരെ, ഇത് മതമാണ് കേട്ടോ, മതത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മതത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന്. അതും മാധവൻ നായർ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ തോതിൽ മതം മാറ്റം നടന്നില്ലേ, കൂട്ടക്കൊലകൾ നടന്നിട്ടില്ലേ? അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് മതപരമായൊരു കലാപമായിരുന്നു മലബാർ കലാപം എന്ന് ശങ്കയില്ലാതെ വിളിച്ചു പറയേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും കേട്ടതിൽ നിന്ന് 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചോദിക്കാം.
ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഹാളിന് പേരിട്ടിരിക്കുന്നത് വാര്യംകുന്നൻ മെമ്മോറിയൽ ഹാൾ, അങ്ങനെയാണ് പേര്. നമ്മൾ ജർമ്മനിയിൽ പോയിട്ട് ഇതേപോലെ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ ആ ഹാളിന് ഹിറ്റ്ലർ മെമ്മോറിയൽ ഹാൾ എന്ന് പേരിട്ടിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വിരോധാഭാസമല്ലേ? മാഷിക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് വന്ന ചരിത്രത്തിൻ്റെ മേൽ നടന്ന വലിയ അതിക്രമവും അട്ടിമറിയുമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരാണ് ഇത് പറയേണ്ടത്? സത്യം പറയേണ്ടത് ആരാണ്? പറയേണ്ടവർ പറഞ്ഞിരുന്നു. 1946 എന്നൊരു കൊല്ലം നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ. മലബാർ കലാപത്തിന് 25 വർഷം പൂർത്തിയായ കാലം. അന്ന് കേരളമില്ല. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും 3 സംസ്ഥാനങ്ങൾ ചേർന്ന സമ്മേളനം കോഴിക്കോട്ട് നടന്നല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം. ആ സമ്മേളനം പാസ്സാക്കിയ പ്രമേയമാണ് ആഹ്വാനവും താക്കീതും. എന്താ പറഞ്ഞത്? സാമ്രാജ്യത്വത്തിൻ്റെയും ജന്മിത്വ വിരുദ്ധമായ പോരാട്ടത്തിൻ്റെയും അംശങ്ങളൊക്കെ ഈ കലാപത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതിവേഗത്തിൽ അത് കൈവിട്ടു പോയി ഒരു വർഗീയ കലാപമായി മാറിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞില്ലേ? 46 പറഞ്ഞു. അത് ആഹ്വാനവും താക്കീതും എന്ന പേരിൽ EMSൻ്റെ പേരിൽ തന്നെ പുസ്തകമായിട്ട് ഇറങ്ങി. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഇതേ പാർട്ടിയാണ്. ഇനി വേണ്ടി അതിനിടയ്ക്കൊരിക്കൽ കൂടി 1978 എൻ്റെ ഓർമ്മ. അന്ന് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്. C. അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കോൺഗ്രസ് ലീഗും കരുണാകരനും CH മുഹമ്മദ് കോയയും ഒക്കെ ചേർന്നാണ് കേരളം ഭരിക്കുന്നത്. അന്നാണ് മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അന്ന് പ്രതിപക്ഷത്താണ് CPM പാസ്സാക്കിയ പ്രമേയം എന്താ? അന്നത്തെ പ്രമേയം 78 പോലും ആണ് ഞാൻ പറയുന്നത്. CPM എന്ന പാർട്ടി 78 പാസ്സാക്കിയ പ്രമേയം എന്താണ്? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വാക്യം. വലതന്മാർ ഓർക്കണം, മലബാർ കലാപകാരികൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ആ കലാപത്തിൻ്റെ യഥാർത്ഥ ഇരകളായ ഹിന്ദുക്കളോട് ആര് നീതി കാണിക്കും എന്ന് 78 CPM ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യമല്ലേ ഇപ്പോൾ RSS ചോദിക്കുന്നുള്ളൂ? ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞത് വിഴുങ്ങുന്നു. ചെറിയ കാര്യമാണോ അത്? ഇപ്പോൾ മലബാർ കല, ഇപ്പോൾ വാര്യംകുന്നൻ മഹാനായിത്തീരുന്നു. പിന്നെ ആകെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, ലെനിനെ പോലുള്ള ആളുകൾ, AKGയെ പോലുള്ള പോരാളികൾ ഒരു ഘട്ടത്തിൽ വാര്യംകുന്നനെ വാഴ്ത്തിയിട്ടില്ലേ? അതൊറ്റ കാരണം കൊണ്ടാണ്. ആയുധമെടുത്ത് ഇപ്പോൾ ഈ അഹിംസാ സമരത്തിനെതിരായി സായുധ പോരാട്ടം നടത്തിയ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു അടവ് നയം ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച കാലത്ത് വാര്യംകുന്നനെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതൊന്നും വാര്യംകുന്നനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ? വാര്യംകുന്നൻ്റെ പ്രത്യയശാസ്ത്രത്തെ വെളുപ്പിക്കാൻ പറ്റുമോ? വാര്യംകുന്നൻ്റെ ലക്ഷ്യത്തെ വെളുപ്പിക്കാൻ പറ്റുമോ? വാര്യംകുന്നൻ്റെ പേരിൽ അദ്ദേഹം അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ മതപരിവർത്തനം, ഹിന്ദു വിരുദ്ധമായ അക്രമങ്ങൾ, കൂട്ടക്കൊലകൾ, കൊള്ളകൾ ആർക്കെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതാണ് ചോദ്യം. ചരിത്രത്തെ അട്ടിമറിക്കുന്നു എന്നതാണ് ഭീകരമായൊരു വസ്തുത. അതാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇബ്ലീസിൻ്റെ ഒരു വാക്യം ഞാൻ കേട്ടു. ഇവർ ഭയങ്കര യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞത് എനിക്ക് അതൊക്കെ തീർച്ചയായിട്ടും ആരിഫിൻ്റെ വാക്കുകളായിട്ടിരിക്കട്ടെ. എനിക്ക് പലപ്പോഴും തോന്നുന്നത് ലയേഴ്സ് ആണെന്ന് പറയാറുണ്ട്. അവസരത്തിന് വേണ്ടി പലപ്പോഴും നുണ പറയുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റ് മലബാർ കലാപത്തോടൊക്കെ കാണിച്ചത് കൊടിയ അക്രമമാണ്. ഒരു കാരണവശാലും ഒരു കാലത്തും പറയാൻ പാടില്ലാത്ത നുണകളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 വോട്ട് കിട്ടും. ഇവർ മനസ്സിലാക്കേണ്ട ആദ്യത്തെ തെറ്റിദ്ധാരണ എന്താണെന്ന് ആദ്യം തിരുത്തേണ്ടത്, വാര്യംകുന്നനെ ആരും നെഞ്ചേറ്റിയിട്ടില്ല ഒരു കാലത്തും. ഇസ്ലാമിക രാഷ്ട്രവാദികൾ ഈ 2 കൊല്ലം മുമ്പ് ഇവിടെ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ട് ഗവേഷണ പ്രബന്ധം എന്ന നിലയിൽ ലോകം മുഴുവൻ ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഒരു ജർമ്മൻ പത്രത്തിൽ ഒരു ഫ്രഞ്ച് പത്രത്തിൽ വാര്യംകുന്നൻ്റെ ഒരു പടം വന്നു എന്ന് പറഞ്ഞിട്ട് ആരോ വരച്ചൊരു പടം, തീർച്ചയായിട്ടും വാര്യംകുന്നൻ്റെ അല്ല എന്ന് പിന്നെ ഉത്തരവാദപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. ആ പടം ഒഴികെ ബാക്കി വിവരങ്ങളൊന്നുമില്ല. AK കോടൂർ കണ്ടെത്തിയതും KK മുഹമ്മദ് അബ്ദുൽ കരീം കണ്ടെത്തിയതും അല്ലാത്ത പുതിയ വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചില തട്ടിപ്പിലൂടെ പുതിയ ആളുകൾ കൊണ്ടുവരുന്ന ചരിത്രത്തെ കേരള നിയമസഭയിൽ പറയുകയാണ്. ആലോചിച്ച് നോക്കൂ. കേരള നിയമസഭയിൽ മലയാള രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുകയാണ്. ആ മലയാള രാജ്യത്തിൻ്റെ കോണ്ടസ്റ്റ് എന്താണെന്നറിയാം? മലയാള രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ കേരള രാജ്യം അല്ലെങ്കിൽ ഈ മലൈബാർ എന്ന രാജ്യത്തിൻ്റെ പര്യായമായിട്ട് മലയാള രാജ്യം എന്ന് പ്രയോഗിച്ചിരുന്നു. അല്ലാതെ മലയാളത്തിലെ മുഴുവൻ പേർക്കും വേണ്ടി രാജ്യം ഉണ്ടാക്കിയെന്നല്ല. മലബാറിൽ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചതിനാണ് അവർ മലയാള രാജ്യം എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് ചിത്രം. അതുകൊണ്ട് ഇത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെയൊന്നും അല്ല. ഈ വാര്യംകുന്നനെ ഒരു കാരണവശാലും, ആരിഫിൻ്റെ ചോദ്യം വളരെ പ്രധാനമാണ്. മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗത്ത് തീർച്ചയായിട്ടും വാര്യംകുന്നനെ കൊന്നത് ഇവിടെ വെച്ചാണ്. വാര്യംകുന്നനെ വാഴ്ത്തുന്നവരെ ഓർക്കേണ്ട കാര്യമുണ്ട്. വാര്യംകുന്നനെ കുറിച്ച് പറയുന്നതിന് എന്താണ് തെളിവ്? SNC ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യമാണ്, എന്താ തെളിവ്? വാര്യംകുന്നനെ കുറിച്ച് പറയുന്ന വാഴ്ത്തുകളുണ്ടല്ലോ, വാഴ്ത്തുകൾക്ക് എന്താണ് തെളിവ്? അദ്ദേഹത്തിന് ഇവിടെ പട്ടാളക്കോടതി വിചാരണ ചെയ്തു. ആരാ ഉണ്ടായിരുന്നെന്ന്? പട്ടാളക്കോടതി വിചാരണ ചെയ്തിട്ട് വാര്യംകുന്നൻ്റെ വാക്കുകൾ അപ്പടി ഹിച്ച്കോക്ക് ഉൾപ്പെടെയുള്ള പോലീസ് മേധാവികൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരെഴുതി വെച്ചതല്ലേ സത്യം? അവരല്ലേ സാക്ഷികളായത്?
അത് വിശ്വസിക്കാൻ പാടുണ്ടോ എന്നാ ചോദ്യം. ഡോക്ടർ എം ഗംഗാരം മാഷി ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. മലബാർ കലാപത്തെക്കുറിച്ചുള്ള പരസ്പര വിരുദ്ധമായ നുണകളുടെ പെരുമഴ ഇങ്ങനെ പെയ്യുമ്പോൾ നിങ്ങൾ ആരെ വിശ്വസിക്കും? അദ്ദേഹം പറയുന്നൊരു ഉത്തരവുണ്ട്, സാമ്രാജ്യത്വത്തിന് അതിൻ്റെ താല്പര്യങ്ങളുണ്ടാവാം, പക്ഷേ ചരിത്രത്തിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരെ വിശ്വസിക്കാം. എന്തുകൊണ്ടെന്നാൽ അവരുടെ രേഖകൾ സത്യസന്ധമായിരിക്കും. ഹിച്ച്കോക്ക് എന്ന പോലീസ് സൂപ്രണ്ട് ഇവിടുന്ന് ബ്രിട്ടീഷ് മഹാറാണിക്ക് അയക്കുന്ന റിപ്പോർട്ടുകൾ സത്യസന്ധമായിരിക്കും, അത് ലോയലാണ്. ആ രേഖകൾ മുൻനിർത്തിയിട്ട് നിങ്ങൾ ചരിത്രത്തെ പറയൂ. അങ്ങനെ ആണെങ്കിൽ വാര്യംകുന്നൻ്റെ അവസാന പല പറയുന്നുണ്ടല്ലോ, എന്നെ കണ്ണു മൂടിക്കെട്ടാതെ നിങ്ങൾ വെടിവെക്കൂ, മുമ്പിലൂടെ വന്ന് വെടിവെക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഏത് കുറ്റവാളിയും കോടതിയുടെ മുമ്പിൽ വന്നാൽ, നിങ്ങൾ ഹിച്ച്കോക്കിൻ്റെ പുസ്തകം നോക്കൂ, വാര്യംകുന്നത്തിൻ്റെ സാക്ഷിമൊഴി അവസാനത്തെ മൊഴി ഇതാണ്. എന്താണ്? ഏത് കുറ്റവാളിയും കോടതിയിൽ പറയും, ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് നീ കുറ്റം ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ അറിവില്ലാതെ ആരൊക്കെയോ മതം മാറ്റിയിട്ടുണ്ട്. ഏത് കുറ്റവാളിയും പറയുന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, വേറൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. രണ്ട്, ഇദ്ദേഹത്തിൻ്റെ മഹത്വം പറയുന്ന എന്തൊക്കെയാണ്? ഇദ്ദേഹം നടത്തിയ അക്രമങ്ങൾ, ഇദ്ദേഹം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വാര്യംകുന്നൻ്റെ ചരിത്രം സൂക്ഷ്മമായി പരിശോധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഡോക്ടർ എം ഗംഗാധരൻ്റെയും കെ എൻ പണിക്കരുടെയും പുസ്തകം മാത്രം വെച്ച് പരിശോധിച്ചോളൂ. ഇനി കോൺറാഡ് വുഡിൻ്റെ പുസ്തകം എടുത്തോളൂ, സ്റ്റീഫൻ ഡെയിലിൻ്റെ പുസ്തകം എടുത്തോളൂ. ഞാൻ പറയുന്നത് വസ്തുതാപരമായി ചരിത്രത്തെ വിശകലനം ചെയ്യാൻ ശ്രമിച്ച പുസ്തകങ്ങൾ. ആ പുസ്തകത്തിൽ വാര്യംകുന്നൻ്റെ മഹത്വം എന്താ? വാര്യംകുന്നൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച എപ്പോഴാണ്? പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത് പുലർച്ചെ 2:45 പാതിരാത്രിയിൽ എല്ലാ മനുഷ്യരും ഏത് പട്ടാളക്കാരനും ഉറങ്ങുന്ന സമയത്ത്. പന്തരൂർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോഴാണ് പുലർച്ചെ 3:45 മീൻസ് 3:50 മറ്റോ. ഇതാണ് അക്രമം. ഇനി ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയാം, പുറത്തെല്ലൊരു അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, പട്ടാപ്പകൽ ഒരു ദേശത്ത് മാത്രമേ അക്രമം നടത്താൻ വന്നിട്ടുള്ളൂ, അത് കൊണ്ടോട്ടിയിലാണ്. അവിടുന്ന് ഓടിയ ഓട്ടത്തിൽ ഇപ്പോഴും മണ്ണ് കുളത്തിലുണ്ട്. കൊണ്ടോട്ടിക്കാർ സംഘടിതമായി ആക്രമിക്കുക. അവിടുത്തെ ഹിന്ദുവും മുസൽമാനും ഒക്കെ ചേർന്നിട്ട് ഇവിടെ അക്രമം നടത്താൻ വന്നാൽ അതിന് സൗകര്യമുണ്ട്. കൊണ്ടോട്ടി തങ്ങളൊരു ശാന്തിയുടെ പക്ഷത്ത് നിന്ന ഒരാളാണ്. അവിടുന്ന് ഓടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പകല് നേരിടാൻ ചെന്നിടത്തുനിന്നൊക്കെ ഓടിച്ചിട്ടുണ്ട്. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ കലാപം നടത്തിയതിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നുണ്ട്. അവസാനത്തൊരു കാര്യം കൂടി പറയാം. ഈ വീരത്വം ശൂരത്വമൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ രംഗത്തെക്കുറിച്ച്, ഇദ്ദേഹത്തെ ചോക്കാട് മലയിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി പൊറ്റയിൽ ഉണ്ണിയാലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തത് എന്ന് പറയുന്നത്. പോലീസുകാർക്ക് വിവരം കൊടുത്തു, ഇന്ന ക്യാമ്പ് പറഞ്ഞു കൊടുത്തു, പോലീസുകാർ ചെന്നു സംസാരിച്ചു. അദ്ദേഹം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, അദ്ദേഹം അസർ നിസ്കരിക്കാൻ നേരത്ത് അദ്ദേഹത്തെ ചാടിക്കേറി പിടിച്ചു, നിസ്കാരത്തിൽ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ ചരിത്രം. വസ്തുത അതാണോ? ഹിന്ദുവും മുസൽമാനുമായ ഒരുപാട് പേര് രേഖപ്പെടുത്തിയ ചരിത്രം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെക്കുറിച്ച്, അവസാന ദിനങ്ങളെക്കുറിച്ച് വേറെയാണ്. എന്താണെന്നറിയോ? ഇദ്ദേഹത്തോട് ഒരു മൊഴി കൊടുത്തു. ഹിച്ച്കോക്കും ഇദ്ദേഹവും തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ, വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ റെക്കമെൻഡേഷനിൽ ഒന്നാമത്തെ കാര്യം, പലരും ധരിക്കുന്നത് പോലെ വാര്യംകുന്നൻ നിരക്ഷരനായിരുന്നില്ല. വാര്യംകുന്നൻ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു, ഉറുദുവും ഹിന്ദിയും അറിയാമായിരുന്നു. കാരണം അദ്ദേഹം ദീർഘകാലം നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട്. അറബി നന്നായിട്ട് അറിയാമായിരുന്നു. അറേബ്യയിൽ 5 കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണൻ എഴുത്തച്ഛൻ എന്നൊരാൾ ഇംഗ്ലീഷും ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹിച്ച്കോക്കിനോട് നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുമായിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേരെ ഹിച്ച്കോക്ക് പോലീസിലെടുത്തിട്ടുണ്ട്. ഹിച്ച്കോക്ക് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹിച്ച്കോക്ക് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു, കീഴടങ്ങിയാൽ അങ്ങയെ ഞങ്ങൾ സ്വതന്ത്രനാക്കി ശിക്ഷിക്കാതെ അങ്ങ് ദീർഘകാലം മക്കയിലേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞാൽ മക്കയോടുള്ള പുണ്യകൃത്യം കൊണ്ടല്ല. അദ്ദേഹം 4 തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വീണ്ടും മക്കയിൽ പോകാൻ തോന്നൂല. വേറൊന്നുകൊണ്ടുമല്ല, മക്കയിൽ അദ്ദേഹത്തിന് ദീർഘമായ ബന്ധങ്ങളുണ്ടായിരുന്നു. 5 കൊല്ലം കച്ചവടം ചെയ്ത ബന്ധമുണ്ട്, അങ്ങോട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞ വാക്ക് പാലിക്കുകയും കാളികാവ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം നേരിട്ട് ഹാജരാവുകയും അവിടുന്ന് പോലീസ് മൊഴിയുണ്ടല്ലോ, പിടികിട്ടിയാൽ പിന്നെ ഞങ്ങൾ പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കാളികാവ് തൊട്ട് മലപ്പുറം വരെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു. ചങ്ങല വെച്ച്, മീൻസ് കയ്യാമം വെച്ച് നടത്തി എന്നാണ് ചരിത്രം. അതാണ് വസ്തുത. ബാക്കിയൊക്കെ വീരകഥകളാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാലഡ്സ് ആണ്, ഹിസ്റ്ററി അല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അടുത്തേക്ക് പോവാം. അതായത് ഈ ഒരു വസ്തുതകളുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ ഒരു കിരാത വേട്ട നടത്തിയ, ഹിന്ദു കൂട്ടക്കൊല നടത്തിയ ഈ വാര്യംകുന്നൻ, ആ വാര്യംകുന്നൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ഹാളിൽ ഇരിക്കാൻ ലജ്ജ തോന്നുന്നു എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇത് എൻ്റെ വാക്കല്ല. ഇങ്ങനെ ചെയ്താൽ, അല്ല ഈ രീതിയിൽ ഇതിനെ പുകഴ്ത്തുന്ന നിലയിലേക്ക് കൊണ്ടുവന്നാൽ ഇതിൽ ജീവൻ നഷ്ടപ്പെട്ട ഹിന്ദുക്കളോട് ആര് സമാധാനം പറയുമെന്ന് പണ്ട്
ഇതിൻ്റെ 50-ാം വാർഷിക വേളയിൽ കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ആരുത്തരം പറയും എന്നുള്ളത്. ഇത് സത്യത്തിൽ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, നിങ്ങൾ വളച്ചൊടിക്കുകയാണ്, സംഘപരിവാർ വളച്ചൊടിക്കുന്നു, നിങ്ങളെപ്പോഴും കേൾക്കുന്നതാണ്. ഈ ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് വളച്ചൊടിക്കുക മാത്രമല്ല, വളരെ മനഃപൂർവ്വം ഇതിൻ്റെ മറുവശങ്ങൾ പറയുന്ന ആളുകളെ നിശബ്ദനാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ കൂടി കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടത് ഒരേ ഒരു ചോദ്യം, തിരിച്ച് ചോദിച്ച് തുടങ്ങേണ്ട ചോദ്യം എന്ന് പറയുന്നത് തെളിവ് എവിടെ എന്നത് തന്നെയാണ്. അത് തന്നെയാണ് എസൻസ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആ ചോദ്യം എത്രമാത്രം പ്രസക്തമാണെന്നുള്ളത് വീണ്ടും നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തത്. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത്, കേരളത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പറയുമ്പോൾ അവിടെ വെളിയങ്കോട്, ഉമർ ഖാദി, അവരുടെയൊക്കെ ഒരു കാലവും ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു ദേശസ്നേഹത്തിൻ്റെ ഒരു കാലമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നും ഇന്ന് വാര്യംകുന്നൻ്റെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്ന് പോസ്റ്റ് വാര്യംകുന്നൻ ഇറയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വാര്യംകുന്നൻ ഒരു വലിയ ഹീറോ ആയിട്ട് പരിവേഷമുള്ള ഒരാളായിട്ട് മാറുന്ന കാലഘട്ടത്തിൽ സത്യത്തിൽ വേട്ടയാടപ്പെടുന്നത് ഇവിടുത്തെ സാധാരണ, ഇതിലൊന്നും ഒരു ഭാഗവുമല്ലാത്ത സാധാരണ മുസ്ലിങ്ങൾ തന്നെയല്ലേ എന്നുള്ളതാണ്. കാരണം ഈ ഒരു കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഇതിന് ശേഷമുണ്ടായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വാഗൺ ട്രാജഡിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ പിടിക്കപ്പെട്ട പല മാപ്പിളമാർ എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സത്യത്തിൽ ഈ കലാപവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ ഒരു കലാപകാരി ആ ആളുടെ ഇതുപോലെയുള്ള ഒരു സാമ്രാജ്യത്വ സ്വപ്നം, ഒരു ഖിലാഫത്ത് സ്വപ്നത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കലാപത്തിൻ്റെ പഴിയും അതിൻ്റെ ദുരന്തവും പേറേണ്ടി വന്നത് ഇതിൽ താല്പര്യമില്ലാത്ത, ഇതിനോട് ആഭിമുഖ്യമില്ലാത്ത, ദേശത്തോട് കൂറുള്ള സാധാരണ മുസ്ലിങ്ങൾ പോലുമാണ് എന്ന് വരുന്നിടത്ത് സത്യത്തിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് സംഘികളുടെ തലയിലിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെയാണ് ഈ ഉമർ ഖാദിയുടെ ചരിത്രം പോലും പ്രസക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗം, അവസാന ഭാഗം ആദ്യം പറയും. ഈ സംഘപരിവാർ മലബാർ കലാപത്തോട് കാണിച്ച ഒരു പെശക് ഞാൻ ആദ്യം പറയട്ടെ. ഞാനത് എന്നും പറഞ്ഞിട്ടുണ്ട്, ഈ ഇവിടെ തന്നെ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സെമിനാറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ട് ICHR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഒരു റിവ്യൂ നടത്തുകയാണ്. മലബാർ കലാപകാരികൾക്ക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക ഒരു പുനഃപരിശോധിച്ചിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ മലബാർ കലാപത്തിൽ പങ്കെടുത്ത പേരിൽ 386 പേർക്കോ മറ്റോ പെൻഷൻ കിട്ടുന്നുണ്ട്. വലിയ പെൻഷനാണ്, ചെറിയ സംഖ്യയല്ല. ഈ 1600-ന് 2000-ന് കേസല്ല, ആയിരങ്ങളുടെ കേസാണ് പണ്ട് തന്നെ. അപ്പോൾ ഈ മലബാർ കലാപത്തിൻ്റെ പേരിൽ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ കയറിക്കൂടി ഉൾപ്പെടുത്തപ്പെട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നത് നിർത്തലാക്കണം എന്നൊരു നിർദ്ദേശം ICHR കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കൈമാറിയതാണ് വിവാദം ഉണ്ടായത്. ഞാൻ ആ തീരുമാനത്തിനെതിരാണ് പേഴ്സണലി. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ തീരുമാനത്തെ തുടർന്നാണ് ഈ പറഞ്ഞ പുനഃസ്ഥാപനത്തിന്, റിവൈവലിസത്തിന് സമയം കിട്ടിയത്, അവസരം കിട്ടിയത്. സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധാരകൾ പരിശോധിച്ചാൽ സ്വാതന്ത്ര്യ സമരം 1-2 കൊല്ലമല്ലല്ലോ. നമ്മുടെ കണക്ക് എങ്ങനെയാണ്? 1857 സ്വാതന്ത്ര്യ സമരം തുടങ്ങി, 947 സ്വാതന്ത്ര്യം കിട്ടിയെന്നാ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 90 കൊല്ലമേ നമ്മൾ പൊരുതിയിട്ടുള്ളൂ എന്നാ. അങ്ങനെയൊന്നും അല്ലല്ലോ സത്യം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന അന്ന് തുടങ്ങിയിട്ടുണ്ട് പോരാട്ടം. ഇതൊക്കെ മുഖ്യധാരാ ചരിത്രത്തിൻ്റെ വലിയ പെശകുകളാണ്. ഞാൻ ഈയിടെ ഒരു വീഡിയോ ചെയ്തു, ആരിഫ് കണ്ടോന്നറിയില്ല. ഈ അഞ്ചുതെങ്ങ് എന്നൊരു ഗ്രാമമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തീരദേശത്ത്. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നടന്നിട്ട് 140 ബ്രിട്ടീഷുകാരെ അവിടുത്തെ പാവങ്ങൾ, നിരായുധരായ മനുഷ്യർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ചേർന്ന്, മുസ്ലിങ്ങൾ താരതമ്യേന കുറവായിരിക്കും, കൊന്നിട്ടുണ്ട്. എന്താ കാര്യം? ആറ്റിങ്ങൽ മഹാറാണിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ബ്രിട്ടീഷുകാർ ഒരു പാണ്ഡികശാല തുടങ്ങി, ഒരു വെയർ ഹൗസ് തുടങ്ങി. ജനങ്ങൾ കണ്ടുപിടിച്ചു, അവർക്ക് 1000 കണ്ണാണ്, അവർ കണ്ടുപിടിച്ചു. ആറ്റിങ്ങൽ മഹാറാണിക്ക് ഓരോ വരവിലും ഇവർ വലിയ വില കൂടിയ സമ്മാനങ്ങളെ കൊണ്ടുകൊടുക്കും. മഹാറാണി തൃപ്തിപ്പെട്ടു. പക്ഷേ ജനങ്ങൾക്ക് തൃപ്തിയായില്ല. എന്താ കാരണം? ഈ വരവിൽ മഹാറാണിക്കുള്ള 1-2 സമ്മാനം കഴിച്ചാൽ ബ്രിട്ടനിൽ നിന്ന് കപ്പൽ തിരിച്ചു വരുമ്പോൾ ആ കപ്പലിൽ മുഴുവൻ ആയുധങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് രാജ്യം കീഴടക്കാനുള്ള ആയുധങ്ങളാണെന്ന് അവർ കണ്ടെത്തി. 1695 ആ പാണ്ഡികശാല ഉണ്ടാകുന്നത്. 2 കൊല്ലത്തിനകം ജനം കലാപം തുടങ്ങി. 1695 തുടങ്ങിയിട്ട് പലപ്പോഴും മഹാറാണിയും ബ്രിട്ടീഷുകാരും ചേർന്ന് അവരെ പരാജയപ്പെടുത്തി. നിരന്തരമായിട്ട് ഒരു രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ രാജ്യത്തിനെതിരായി പൊരുതി, ദേശാഭിമാനികളെ കൊന്നു. പക്ഷേ അവസാനം
ഒരു കാര്യം ഓർത്ത് നോക്കൂ, 140 ബ്രിട്ടീഷുകാരെ കൊല്ലുന്നുണ്ട് അവിടെ. 140 ബ്രിട്ടീഷുകാരെ. ആ സമരം തുടങ്ങുന്നത് എന്നാ? 1697. ഒന്ന് കൂട്ടി നോക്കൂ. 1697 സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ മണ്ണാണ് ഈ കേരളം. അത് മലബാറല്ല, തിരുവിതാംകൂർ. ഉള്ളതുപോലെ പറയണം. ഞാൻ പറയാറുണ്ട്, ഇവിടെ തുടങ്ങിയത് 1921 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കുറച്ച് കൊച്ചു കലാപങ്ങളാണല്ലോ. ഇനി പോട്ടെ, കൃത്യമായിട്ടിപ്പോൾ എൻ മണിക്കർ സാറ് പറയുന്ന ആദ്യത്തെ കൊല്ലം തന്നെ ശ്രദ്ധിച്ചാൽ 1836. ശരി, ഈ മലപ്പുറത്തെ കോട്ടപ്പടിയിലെ ആചാര്യ പള്ളി 1830. ഞാൻ പറയുന്ന പള്ളി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മതം പ്രശ്നമാണ്. മതം തന്നെയായിരുന്നു എല്ലാ കലാപങ്ങളുടെയും പ്രശ്നം എന്നാണ്. അല്ലെങ്കിൽ കോൺറാഡ് വുഡ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കോൺറാഡ് വുഡ് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സൈദ്ധാന്തികന്മാർ എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണല്ലോ ഇപ്പോൾ ഉള്ളത്. സത്യത്തിലൊരു വലിയ ശാപം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സൈദ്ധാന്തികന്മാരെ സഹിക്കേണ്ടി വരുന്നുള്ള. ഞാൻ ചോദിക്കട്ടെ, കോൺറാഡ് വുഡ് പറഞ്ഞ പ്രസ്താവന നിങ്ങൾ ഉത്തരം പറയുമോ? സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ് മലബാർ കലാപമെങ്കിൽ എൻ്റെ ഈ 3 താലൂക്കിൽ 3.5 താലൂക്കിൽ മാത്രം ഈ കലാപം. ജന്മിത്ത വിരുദ്ധമായ പോരാട്ടമാണെങ്കിൽ എവിടെയാണ് ജന്മിത്തം ഇല്ലാത്തത്? ആ ചോദ്യം വളരെ പ്രധാനമാണല്ലോ. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, മലബാർ ഞാൻ സൂചിപ്പിച്ച കാര്യം ഇതാണ്. സ്വാതന്ത്ര്യ സമരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1697 തുടങ്ങിയിട്ട് 947 വരെ നീണ്ട കലാപമാണെങ്കിൽ ഒന്ന് കൂട്ടി നോക്കൂ, എത്ര കൊല്ലം എടുക്കും? 697 നിന്ന് 1947 250 കൊല്ലമുണ്ട്. 2.5 നൂറ്റാണ്ട് കാലം രാവും പകലും നടന്ന പോരാട്ടമാണ് സ്വാതന്ത്ര്യ സമരം. ആ പോരാട്ടത്തിന് സ്വാഭാവികമായും അനേകം ധാരകളുണ്ട്, അനേകം വികാരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, അനേകം ലക്ഷ്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ലക്ഷ്യമായിരുന്നില്ല വാരിയംകുന്നൻ്റെ ലക്ഷ്യം. അതായിരുന്നില്ല മാസ്റ്റർ താരാസിംഗിൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ പോയി കിട്ടിയാൽ ഇവിടെ ഹിന്ദു രാജ്യം സ്ഥാപിച്ചു കളയാം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു കളയാം, സിഖ് രാഷ്ട്രം സ്ഥാപിച്ചു കളയാം എന്നൊക്കെ വിചാരിച്ചവരുണ്ട്. തീർച്ചയായിട്ടും പുന്നപ്ര വയലാർ സമരം എന്തിനായിരുന്നു? ജനാധിപത്യം സ്ഥാപിക്കാനാണോ? അല്ലല്ലോ. ഒരു സർവാധിപത്യം, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സർവാധിപത്യം സ്ഥാപിക്കാനാണ്. പോട്ടെ, മഹാരാജാക്കന്മാർ എന്തിനാ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? പഴശ്ശി രാജാവ് മുതൽ ടിപ്പു സുൽത്താൻ വരെയുള്ളവർ പൊരുതിയത് എന്തിനാ? ജനാധിപത്യ രാജ്യം സ്ഥാപിക്കാനാണോ? അല്ലല്ലോ, അവരുടെ അധികാരം പുനഃസ്ഥാപിക്കാനാണ്. എന്ന് പറഞ്ഞാൽ രാജാധിപത്യം നിലനിർത്താൻ, വ്യത്യസ്തങ്ങളായ മതരാഷ്ട്രങ്ങൾ സ്ഥാപിക്കാനൊക്കെ പൊരുതിയവരുണ്ട്. ഇതൊന്നുമല്ലാതെ ആരിഫ് പറഞ്ഞ ആ വിഷയത്തിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊന്നുമല്ലാതെ ദേശത്തിന് വേണ്ടി മറ്റൊരു താല്പര്യവുമില്ലാതെ ദേശത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രം പൊരുതി മരിച്ചവരുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടിക പുനഃപരിശോധിച്ചാൽ ഉണ്ടാകാവുന്ന അപകടം, അത് അപകടമാണെന്നാണ് ഞാൻ കാണുന്നത്. അത് പരിശോധിക്കേണ്ട കാര്യമില്ല. ലക്ഷ്യം എന്തായിരുന്നാലും ഒരൊറ്റ മാനദണ്ഡം വെക്കുക: whether the struggle was against British or not. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ദിവസമെങ്കിലും പൊരുതിയിട്ടുള്ള എല്ലാവരും ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികളാണ് എന്ന് കണക്കാക്കുകയും അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി പെൻഷൻ കൊടുക്കുകയും ആരെങ്കിലുമൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഇന്ത്യൻ മനസ്സിന് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇവരെ ആരെയും വെട്ടിമാറ്റേണ്ടതില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വാരിയംകുന്നൻ്റെ കൂട്ടരും വാരിയംകുന്നനോടൊപ്പം സമരം ചെയ്തവരും 386 പേരാണെങ്കിൽ അവരും ഇരിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. അതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ പുനരുത്ഥാനത്തിന് അവസരം കിട്ടിയത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് കൊണ്ട് വാരിയംകുന്നനെ സുൽത്താനായി വാഴ്ത്താൻ, ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെ വേരുകൾ ഈ മണ്ണിലുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഈ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. ആലോചിച്ച് നോക്കൂ, അതിന് അവസരം കൊടുത്തു എന്നാണ് ഞാൻ പറയുക. ഇസ്ലാമിക പുനരുത്ഥാനത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവാദത്തിന് ഈ മണ്ണിൽ വേരുണ്ടാക്കി കൊടുക്കാനുള്ള കളമൊരുക്കി കൊടുക്കേണ്ടത് ആരുടെയെങ്കിലും ആവശ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിന് അബദ്ധമായി ICHRൻ്റെ ആ നീക്കം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഒന്ന്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മലബാർ കലാപത്തെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും നേരാം വണ്ണം വായിക്കണമെന്ന് എന്നെപ്പോലുള്ള ചരിത്ര വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നതിൻ്റെ യഥാർത്ഥ താല്പര്യം മറ്റൊന്നുകൂടിയാണ്. അതാണ് ആരിഫ് പറഞ്ഞത്. ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച അനേകം മനുഷ്യരുണ്ട്. ഇവിടെ ഒരാളുടെ പേര് പറഞ്ഞല്ലോ, ഞാൻ അതിനു മുമ്പുള്ള ഒരാളുടെ പേര് പറയാം. പോർച്ചുഗീസുകാർ വന്ന കാലത്ത് 1498 മെയ് മാസം 20-ാം തീയതി അബ്ദുൽ അലി മാഷ്ട നാട്ടിൽ കാപ്പാട് കടപ്പുറത്ത് 2 കപ്പൽ വന്നു. ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 3 കപ്പലായിരുന്നു. അത് സെന്റ് റാഫേൽ, സെന്റ് ഗബ്രിയേൽ എന്നൊക്കെ പറയുന്ന വിശുദ്ധ മാലാഖമാരുടെ പേരില. എന്തിനാ വന്നത്? ഇന്ത്യ കീഴടക്കാനാണ് വന്നത്. അതിൽ വഴിയിൽ വെച്ച് ഒരു കപ്പൽ തകർന്നു പോയി. അപ്പോൾ അതിലുള്ള പടയാളികളെ കൂടി മറ്റേ 2 കപ്പലിൽ അടിച്ചമർത്തിയിട്ട്, ഭീകരനാണ് ഇദ്ദേഹം, വലിയ ആൾരൂപം പൂണ്ട ചാത്താനാണ്, ചെകുത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? വില്യം ലോഗൻ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഇത്ര ദുഷ്ടനായൊരു മനുഷ്യൻ, ഇത്ര ക്രൂരനായ മനുഷ്യൻ ചരിത്രത്തിൽ ഉണ്ടായില്ല എന്ന് ഗാമയെക്കുറിച്ച് വില്യം ലോഗൻ തന്നെ അവർ തമ്മിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 1498 കോഴിക്കോട് കടപ്പുറത്ത് 2 കപ്പൽ വന്നപ്പോൾ പൊന്നാനി പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മതപണ്ഡിതൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ അധ്യായമായി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. കോഴിക്കോട് കടപ്പുറത്ത് 2 കപ്പൽ നിറയെ ഈ രാജ്യം എരിച്ചടക്കാനുള്ള വിഷവിത്തുകൾ വന്ന് നിൽക്കുന്നു. ചുണയുള്ളവരുണ്ടെങ്കിൽ പോയി ആ കപ്പലുകൾ അടിയോടെ മറിച്ചു കളയണം. പള്ളിയിൽ ദർസിലിരുന്നാണ് ആഹ്വാനം. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണി, അദ്ദേഹത്തിന് അത് പറയാനുള്ള കാരണം കൂടിയുണ്ട്. അറബ് ലോകത്തോട് രാജ്യത്തിന് വേണ്ടി, സാമൂതിരിയാണ് അന്നത്തെ മഹാരാജാവ്, സാമൂതിരിക്ക് വേണ്ടി നിരന്തരം കത്തടപാടുകൾ നടത്തിയിരുന്ന അംബാസഡറാണ്. എന്താ കത്തടപാട്? പോർച്ചുഗീസുകാർ വന്ന് ഇതാ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നു, ഞങ്ങളുടെ രാജാവ് ലൈഫാണ്, ദരിദ്രനാണ്, അവരോടൊന്നും ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ല, ആയുധങ്ങളില്ല, അതുകൊണ്ട് സഹായിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട്, പള്ളി ഉണ്ടാക്കാൻ പണം പിരിക്കാനല്ല, സാമൂതിരി മഹാരാജാവിനെ സഹായിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് അറബ് സുൽത്താൻമാർക്ക് മുഴുവൻ കത്തെഴുതി സൈനുദ്ദീൻ മഖ്ദൂം. കത്തുകളുണ്ട് ചരിത്രത്തിൽ. എന്നിട്ട് വന്നു, പലരും പട്ടാളത്തെ അയച്ചു കൊടുത്തു. പൊന്നാനിയിൽ ഇപ്പോഴും ചെന്നാൽ ഒരു മിസ്രി പള്ളി ഉണ്ട് അവിടെ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ടൂറിസം വകുപ്പ് ആ പള്ളി പുനർനിർമ്മിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത്. മിസ്രി പള്ളി. എന്താ മിസ്രി പള്ളി എന്ന് പറഞ്ഞാൽ? ഈജിപ്ഷ്യൻ പള്ളിയാണ്. എന്താ കാരണം? മഹാരാജാവിനെ, പോർച്ചുഗീസുകാർക്കെതിരായുള്ള പോരാട്ടത്തിൽ സാമൂതിരി മഹാരാജാവിനെ സഹായിക്കാൻ അന്ന് ഈജിപ്തിൽ നിന്ന് വന്ന പട്ടാളക്കാർക്ക് നിസ്കരിക്കാൻ വേണ്ടി സാമൂതിരി മഹാരാജാവ് ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. അതൊക്കെയാണ് ചരിത്രം. മറ്റൊന്നുകൂടി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞു, അത് പിൽക്കാലത്ത് പലർക്കുള്ള പാടാ. എന്താ പറഞ്ഞെന്നറിയോ? അൽ ഹിന്ദ് ദാറുൽ ഇസ്ലാം. ഇന്ത്യ ഇസ്ലാമിൻ്റെ സുരക്ഷിത ഭവനമാണ്. ലോകത്തിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തും ഇല്ലാത്ത സുരക്ഷയോടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ നാടാണിത്. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ആർക്ക് വേണ്ടി പൊരുതണം? ഹിന്ദുവായ, നായരായ, ഏറാടിയായ സാമൂതിരിക്ക് വേണ്ടി പൊരുതി മരിക്കാൻ സ്വന്തം പുത്രൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു മഖ്ദൂമിനെ ചാലിയം യുദ്ധത്തിന് അയച്ചു കൊടുത്തയാളാണ്. ഞാൻ പറഞ്ഞത് ഇതാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ യഥാർത്ഥ പോരാളികളായ മുസ്ലിം ചരിത്രത്തെ തന്നെ തമസ്കരിക്കുന്നതും ആ ചരിത്രത്തെ തന്നെ അട്ടിമറിക്കുന്നതും, യഥാർത്ഥ ദേശാഭിമാനികളായ മുസ്ലിം ചരിത്രത്തെ അല്ലെങ്കിൽ ദേശീയ മുസ്ലിം ചരിത്രത്തെ അപമാനിക്കുന്നതുമാണ് വാരിയംകുന്നൻ്റെ ചരിത്രം എന്നാണ് ഞാൻ പറയുന്നത്. ആ കൂട്ടത്തിലെ രണ്ടാമത്തെ, പോർച്ചുഗീസ് കാലഘട്ടം കഴിഞ്ഞ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ 2ാമത്തെ പേരാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, വെളിയങ്കോട് ഉമർ ഖാദിയുടെ പേര്. വെളിയങ്കോട് ഉമർ ഖാദി നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? 1857 ആണല്ലോ 1ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. ആ കൊല്ലം മരിച്ചുപോയ മനുഷ്യനാണ്. 1ാം സ്വാതന്ത്ര്യ സമരം കാണാൻ യോഗമില്ലാതെ പോയ 1857 മരിച്ചുപോയ മനുഷ്യനാണ്. ഈ വെളിയങ്കോട്ട് ജനിച്ചിട്ട് ഏതാണ്ട് 16 മഹല്ലുകളുടെ മേൽഖാദിയായിരുന്നു. ഉറങ്ങുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ ഒരുപാട്, വസ്തുതകൾ ഉള്ളതിനേക്കാളേറെ കഥകളുണ്ട്. കവിയായിരുന്നു. എല്ലാ പള്ളിച്ചുമരിലും പാതിരാത്രിയിൽ അദ്ദേഹം ഉറക്കമില്ലാതെ സഞ്ചരിക്കുമായിരുന്നു. നിശബ്ദനായി കടന്നു ചെന്നിട്ട് ആ പള്ളിക്ക് പുറത്തുനിന്ന് ഒരു പച്ചില എടുത്തിട്ട് പള്ളിച്ചുമരിൽ മനോഹരമായ കവിത എഴുതി വെക്കുമായിരുന്നു. ഉജ്ജ്വലമായ കവിതകളാണ്. എന്താ കവിത? സാഹോദര്യത്തിൻ്റെ കവിതകളാണ്. അറബിയിലാണ് കവിത. പല മതപണ്ഡിതന്മാരും അർത്ഥം പറയാതെ, വേണ്ട വിധ അർത്ഥം പറഞ്ഞു കൊടുക്കാതെ പറയുന്നുണ്ട് കവിതകൾ പലതും. ഒരു കവിത ഞാൻ പറയാം. അയാ ഫാഖിറൻ ബിൻ നസബി കൈഫത്ത ഫാഖിറു വ അസ്ലൂകുമു മിൻ ഖബലു തീയൻ വനായരു വ ആശാരി മൂശാരി വ മണ്ണാനു പാണനു വ കൊയപ്പാനു ചെട്ടിയും വ നായാടി പറയരു. എപ്പോഴാണ് അറബി മലയാളത്തിലേക്ക് മാറിയെന്ന് നോക്കൂ. കാരണം ലിപി അറബി അറിഞ്ഞൂടൂ. പറയുന്നത് മലയാളമാണ്. എന്താ കാര്യം? ഹേ മുസൽമാൻ, ഏത് ഇസ്ലാമിൻ്റെ പേരിലാണ് നീ അഭിമാനം കൊള്ളുന്നത്? നീ നിന്റെ അസ്ല് നോക്കൂ, നിന്റെ അടിത്തറയിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് നിന്റെയൊക്കെ അസ്ല് ആരാണ്? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ജാതിക്കാരനാണ്. ഒന്നുകിൽ അതാണ് ആശാരി, മൂശാരി, മണ്ണാൻ, പെരുവണ്ണാൻ, ആയാടി, ആരെങ്കിലും ഒരാൾ. അവർക്കില്ലാത്ത അഭിമാനം എന്താണോ നിനക്ക്? സാമുദായികമായ ദുരഭിമാനത്തിൻ്റെ വേരുകളർത്ത കവിയാണ് അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. ഈ ചോദ്യമാണ് ഇന്നത്തെ സംഖ്യകൾ ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഞാൻ പറയുന്നത് സംഖ്യകൾ ചോദിച്ചാലും ആര് ചോദിച്ചാലും ഇപ്പോൾ ഒരു പ്രശ്നം അതാണല്ലോ. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഖ്യ പറഞ്ഞിരിക്കുന്നു എന്നാ. നരേന്ദ്രമോദി നാട് ഭരിക്കുന്നു എന്നതുകൊണ്ട് ചരിത്രത്തിലെ വസ്തുതകളല്ലാതായി തീരും. അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സംഖ്യ എന്നൊക്കെ വിളിച്ചോട്ടെ. സംഖ്യ എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളറിയോ? അബ്ദുൽ അലി സാർ നന്നായിട്ട് അറിയാലോ. കേരളത്തിൽ ആദ്യമായി കാഫർ എന്ന പേര് കേട്ട ആളാരാന്നറിയോ? ലക്ഷണമൊത്ത, ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത മുസൽമാനായി കേരളം വിധി എഴുതിയയാളുടെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ്. അദ്ദേഹത്തെയാണ് കാഫർ എന്ന് ആദ്യം വിളിച്ചത്. പിന്നെ നിന്നെ വിളിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ അത്തരത്തിൽ കാഫർ എന്ന് പണ്ട് വിളിച്ചിരുന്നതിന് പകരം വിളിക്കുന്നൊരു പേരാണ് ഇബ്ലീസ്. വി ജസ്റ്റ് ഡോണ്ട് കെയർ. അതൊരു വിഷയമേ അല്ല. പറയുന്നത് സത്യമാണോ, വസ്തുതയാണോ, തെളിവുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നത് അന്ന്
ഇദ്ദേഹം ചെയ്തത്, വെളിയങ്കോട് ഉമർ ഖാദി എന്താ ചെയ്തത്? ഒരു പിച്ചാത്തി പോലും എടുത്തിട്ടില്ല. വെളിയങ്കോട് ഉമർ ഖാദിയാണ് നിസ്സഹകരണ സമരം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ 16 മഹല്ലുകളിലും പോയി അദ്ദേഹം പ്രസംഗിച്ചു, നിങ്ങൾ ചെയ്യേണ്ടത് നികുതി കൊടുക്കാതിരിക്കുക. എന്തുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നറിയോ? അന്യായമായി നമ്മുടെ നാട് കൈയടക്കിയതാണ് ഈ ബ്രിട്ടീഷുകാർ. അന്യായമായി വന്നൊരു ഭരണകൂടത്തിന് നികുതി കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കണ്ട. അപ്പോൾ ഇന്നത്തെ പോലെ അല്ല കേട്ടോ. വെറും കൈയോടെ ദീനീ സേവനത്തിന് ഇറങ്ങിയിട്ട് കോടീശ്വരന്മാരാകുന്ന പുതിയ കാലമല്ല. അദ്ദേഹം കോടീശ്വരനാ. വെളിയങ്കോട്ട കാക്കത്തറ ഇല്ലത്ത് 1000കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന മനുഷ്യനാ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം നാട്ടുകാർ ചോദിച്ചു, അല്ല കാലിയാർ കൊടുക്കൂല, കാലിയാർ കൊടുക്കൂലെങ്കിൽ ഞങ്ങളും കൊടുക്കൂല. അങ്ങനെയാണ് സമരം. എന്നാണത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 1830 മഹാത്മാഗാന്ധി നിയമ നിഷേധ സമരം തുടങ്ങിയെന്നാ 1930. മഹാത്മാഗാന്ധി നിയമലംഘന സമരം തുടങ്ങുന്നതിൻ്റെ 100 കൊല്ലം മുമ്പ് ഈ തീരദേശത്ത് നിയമലംഘന സമരം നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ നേതാവിൻ്റെ പേരാണ് വെളിയങ്കോട് ഉമർ ഖാദി. നിസ്സഹകരണമായിരുന്നു, സമ്പൂർണ്ണമായും അഹിംസാ സമരമായിരുന്നു. പക്ഷേ ആ കലാപത്തെയൊന്നും കാണാതെയാണ്, അവരെയൊക്കെ തമസ്കരിച്ചുകൊണ്ടാണ് ഒരു സുൽത്താനായിട്ട് ഈ അക്രമിയെ വാഴ്ത്തുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നിങ്ങൾ മഹാനായി വാഴ്ത്തുമ്പോൾ 2 അക്രമമാണ് ചെയ്യുന്നത്. ഒന്ന്, 500 കൊല്ലത്തെ മുസ്ലിം പാരമ്പര്യത്തെ, ദേശാഭിമാന പ്രചോദിതമായ മുസ്ലിം പാരമ്പര്യത്തെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. ഒന്ന്. രണ്ട് എൻ്റെ വിയോജിപ്പ്. ഞാനൊരു ജീവിതകാലം മുഴുവൻ, ഞങ്ങളൊക്കെ അധ്യാപകരാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നിങ്ങൾ ഒരു ഐക്കണായി ഉയർത്തി കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മാതൃക എന്താണ്? പുതിയ ജനാധിപത്യത്തിന്, പുതിയ മതനിരപേക്ഷതക്ക്. രാജാക്കന്മാരുടെ കാലം പോയി. തുർക്കി സുൽത്താൻ്റെ ഏജൻസി പണി ഈ മലബാറിൽ ഇരുന്ന് എടുത്തിരുന്ന ഒരുത്തനെ, അങ്ങനെ ഒരു കൂലിപ്പണിക്കാരനെ നിങ്ങൾ പുതിയ കാലത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മാതൃകയായി ഉയർത്തി കാണിക്കുമ്പോൾ പുതിയ കാലത്തിന് ഒരു തെറ്റായ മാതൃകയാണ് അവർ കൊടുക്കുന്നത്. ചരിത്രത്തോട് ചെയ്യുന്ന പാതകം, ഒപ്പം പുതിയ കാലത്തോട് ചെയ്യുന്ന പാതകം, രണ്ടും പാതകമാണ്. ആ പാതകത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ പിന്നീട് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുള്ളൊരു സംഗതിയാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന ഒരു, ഇല്ല എനിക്ക് തോന്നുന്നു 1 അരമണിക്കൂർ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 15 മിനിറ്റ്. ഓ ശരി, അരമണിക്കൂറില്ല. ശരി. അപ്പോൾ ആ പാതകം എന്ന് പറയുന്നത് ഈ ഒരു 1921 ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള വർദ്ധിച്ച ഒരു ഹിന്ദു കൺസോളിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ഹിന്ദു ബോധം ഉണരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ബാക്കി പത്രം നമ്മൾ കാണുന്നു, അതിൻ്റെ രാഷ്ട്രീയ രൂപം നമ്മൾ കാണുന്നു. അത് വലിയ ചർച്ചയാകുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു മലബാർ കലാപവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില എപ്പിഫനി എന്ന് പറയാം, അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ സവർക്കറെ പോലെ ഉള്ള ആളുകൾക്ക്, അതിനുശേഷം പിന്നീട് ഗോൾവാർക്കറിലേക്ക് വരെ എത്തുമ്പോൾ, ഹെഡ്ഗേവാറിലൂടെയൊക്കെ വന്ന് അതെത്തുമ്പോൾ അതൊരു ഹിന്ദു ഉണരണം എന്ന നിലയിലേക്ക് ഈ സംഗതിയെ കൊണ്ടെത്തിക്കുന്നത്. നാഗ്പൂർ കലാപം അതിന് ശേഷം ഉണ്ടായി എന്ന് പറയുന്നു. ഈ ഒരു കണക്ടിവിറ്റി, അങ്ങനെ ഒരു ആശയം ഇതിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും ചർച്ച വരാറില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മതം ഇതിനകത്തൊരു എലമെൻ്റ് ഉണ്ട്. അതുകൂടാതെ പല കാര്യവും പറയുമ്പോൾ നമ്മളോട് പറയുന്നതാണ് അതിപ്പോൾ പറയരുത്, ഇതൊക്കെ സംഘികൾ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മളിവിടെ കേട്ടത്. അതിലൊന്നാണ് ഈ ശൂലം കൊണ്ട് കുത്തി ഗർഭം കുട്ടിയെ പുറത്തെടുത്തു എന്ന് പറയുന്ന ഒരു കഥ നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഈ കഥ നടന്നത് ഈ മലബാർ കലാപത്തിലാണ് എന്നുള്ളത് പോലും ഇന്ന് ആളുകൾക്ക് അറിയില്ല എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഈ കഥകളിലൂടെയും ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ കുഴിച്ചു മൂടുന്നതിലൂടെയും എത്തി നിൽക്കുന്നത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഇത്തരം ഇസ്ലാമിക പ്രചോദിതമായ കലാപങ്ങൾ ഇതിലേക്ക് എത്തിച്ചത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഏകദേശ രൂപം ലഭിക്കാൻ എന്താണ് മാഷ്ക അതിനകത്ത് പറയാനുള്ളത്? ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഞാൻ അതിനും കുറ്റപ്പെടുത്തുന്നത്, ഞങ്ങളൊക്കെ ദീർഘകാലം സംസ്കാര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഇടതുപക്ഷത്തെയാണ്. സെക്കുലർ സ്പേസിനെ സെക്കുലറായി ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം അതിനെ വോട്ട് ബാങ്കിന് വേണ്ടി തരാതരം മാറ്റിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ്. ഞാൻ ഈ ടൗൺ ഹാൾ വരുന്നതിൻ്റെ എത്രയോ മുമ്പ് നിരന്തരമായി ഇവിടെ നിന്ന് ഈ മലപ്പുറം കോട്ടക്കുന്നിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഈ എന്താ ഈ സ്ഥലത്തിന് പറയുന്നത്, അല്ല കോട്ടക്കുന്ന് ഈ കുന്നാണ്, കുന്നുമ്മൽ അല്ലേ, കുന്നുമ്മൽ എന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലപ്പുറത്തിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്താണ്? മലപ്പുറത്തെ വാഴ്ത്താൻ, ഇത് ഓരോ കാലത്ത് ഓരോ വികാരം വരികയാണ്. മലപ്പുറത്തെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക.
മലപ്പുറത്ത് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ചരിത്രം അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനം ചെയ്യുക. എന്നാൽ മലപ്പുറത്ത് എന്താണ് ഇല്ലാത്തത്? ഏത് നാട്ടിലും ഉള്ളതുപോലെ മലപ്പുറത്ത് ഒരുപാട് നന്മകളുണ്ട്. ഇപ്പോൾ ഏത് നാട്ടിലും ഉള്ളതുപോലെ മലപ്പുറത്ത് ഒരുപാട് ജനവിരുദ്ധ അംശങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തോളൂ, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. രാമസിംഹൻ കൊലക്കേസ് ഉണ്ടായത് ഇവിടെയാണ്. എവിടെ ഉണ്ടായിട്ടില്ല? സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ, സ്വാതന്ത്ര്യ ദിനത്തിൽ ഇവിടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദേശീയ പതാക ഉയർത്താൻ അവസരം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്നറിയോ? ഇവിടെ കർഫ്യൂ ആണെന്ന്. എന്താ കാരണം? ഒരു ഭീകരമായ കൂട്ടക്കൊലയാണ്. ഒരു മനുഷ്യൻ, എന്നാണത്? സ്വാതന്ത്ര്യ പുലരിയുടെ 14 ദിവസം മുമ്പ്, 1947 ആഗസ്റ്റ് മാസം 4-ാം തീയതി 3-ാം തീയതി രാത്രി ഒരാൾ സ്വമേധയാ പോയി മതം മാറുകയാണ്. ഇതൊക്കെ വൺ വേ ആകാൻ പാടുണ്ടോ? ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അതിനെക്കുറിച്ച് വാഴ്ത്തിക്കൊണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, മാൽക്കം എക്സ് തൊട്ട് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരെ വാഴ്ത്തുന്ന നമ്മൾ അതേ സ്വാതന്ത്ര്യം ഇസ്ലാം വിട്ടുപോകുന്നവർക്കും അനുവദിക്കേണ്ടതല്ലേ? ഇവിടെ കിളിയമണ്ണിൽ ഉണ്ണീൻ എന്നൊരാൾ, കിളിയമണ്ണിൽ മൊയ്തു സാഹിബിന്റെ പ്രമാണിയായിരുന്ന ഈ ചെമ്മങ്കടവിലെ കിളിയമണ്ണിൽ മൊയ്തു സാഹിബിന്റെ മോൻ കിളിയമണ്ണിൽ ഉണ്ണീനും അദ്ദേഹത്തിന്റെ അനിയൻ ആലിയും കോഴിക്കോട് ആര്യ സമാജത്തിൽ പോയി മതം മാറി. അവർ രാമസിംഹൻ, ദയാസിംഹൻ എന്നൊക്കെ പേര് സ്വീകരിച്ചു. അവരെയാണ് കൂട്ടക്കൊല നടത്തിയത്. അത് മാത്രമല്ല, ഈ ആലി അന്ന് അവിവാഹിതനായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ആര്യ സമാജം മുൻകൈ എടുത്ത് അവന് ഹിന്ദു സമൂഹത്തിലെ ഒരു അന്തർജനത്തെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. കമല അന്തർജനത്തിന്. അവർ ചെറുപ്പക്കാർ, നന്നേ ചെറുപ്പമായിരുന്നു. ആരെയൊക്കെ കൊന്നത്? രാമസിംഹനെ കൊന്നു എന്ന് വെച്ചാൽ ഉണ്ണീനെ. ദയാസിംഹൻ എന്ന് പറഞ്ഞ അനിയനെ കൊന്നു. അരിവെപ്പുകാരൻ രാമയ്യരുണ്ടായിരുന്നു, അയ്യരെ കൊന്നു. ഈ കുട്ടി ഒന്നും അറിയാതെ രക്ഷിതാക്കളുടെ സമ്മതപ്രകാരം അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വന്ന അന്തർജനം, കമല അന്തർജനം, 4 പേരെ കൊന്നു. അവരുടെ അമ്മ ഉണ്ടായിരുന്നു എന്ന് അവർ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയുണ്ടായത്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കൂട്ടക്കൊല ഈ നാട്ടിൽ നടന്നു എന്നത് ഈ ഫാസിസം എന്നിങ്ങനെ നാഴികക്ക് 40 വട്ടം പറയുന്നവരുടെ ചുണ്ടിൽ എന്താ വരാത്തത്? പ്രധാനപ്പെട്ട കാര്യമല്ലേ? ചെറിയ കാര്യമാണോ? 2, ഞങ്ങളെപ്പോലെ മതത്തെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധം, ഞങ്ങൾക്ക് ബോധ്യമുള്ള വിധം വായിച്ച് പറയുന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ നിശബ്ദനാക്കിയ നാട് ഈ മലപ്പുറം അല്ലേ? ചേകനൂർ അബുൽ ഹസൻ മൗലവിയെ എന്തിനാ കൊന്നത്? 33 കൊല്ലം കഴിഞ്ഞില്ലേ? ഒരു അസ്ഥി കഷ്ണം പോലും കണ്ടുകിട്ടിയിട്ടുണ്ടോ? മാറി മരിച്ച ഗവൺമെന്റുകൾ. ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ നമുക്ക് സങ്കടം തോന്നുന്നത് കൊണ്ടാണ്, വലിയ വേദന തോന്നുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കേരള നിയമസഭയിൽ വേണ്ടതിനും വേണ്ടാത്തതിനും കോലാഹലം ഉണ്ടാക്കുന്ന നിയമസഭയിൽ 33 കൊല്ലമായി ചേകനൂർ അബുൽ ഹസൻ മൗലവിയയ്ക്ക് വേണ്ടി ഒരു വരി പ്രമേയം വന്നിട്ടില്ല. ഒരു വരി പ്രമേയം. ഒരു പാർട്ടി പറഞ്ഞില്ലെങ്കിൽ മറ്റേ പാർട്ടിക്ക് പറഞ്ഞൂടെ? ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തത്, അനിഷ്ടകരമായത് മൂടിവെക്കുക, മിണ്ടാതിരിക്കുക, വാഴ്ത്തുപാട്ടുകൾ. അതിലേറ്റവും വലിയ അക്രമികൾ ഇടതുപക്ഷത്തെ സാംസ്കാരിക പ്രവർത്തകന്മാർ എന്നൊക്കെ പറയുന്ന പ്രഭാഷകരാണ്. മിണ്ടൂല. അവർക്ക് 2 കാര്യങ്ങളെ വേണ്ടു. 2 വീക്ക്നെസ്സാണ് അവർക്കുള്ളത്. കവറും കവറേജും ഞാൻ പറയും. മിണ്ടൂല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇത് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. MT വാസുദേവൻ നായരുടെ പിന്നാലെ നടന്നത് വാഷേട്ടാ എന്ന് വിളിച്ച് നടന്നവരാണല്ലോ എല്ലാവരും. MT വാസുദേവൻ നായർക്കെതിരായിട്ട് മലയാളത്തിലൊരു പുസ്തകം വന്നപ്പോൾ ദീദി ദാമോദരനെ കിട്ടിയോ ഒന്ന് പരസ്യമായി അഭിനന്ദിക്കാൻ മലയാളത്തിൽ എത്ര എഴുത്തുകാരുണ്ട്? ഒരു ഗോപുരത്തെയും തകർക്കുന്നവർക്ക് ഇഷ്ടമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോ ചെയ്തില്ല, മരിച്ചിട്ടെങ്കിലും ആരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ ചെയ്യുന്ന മഹാപാതകത്തിന്റെ ഫലം കൂടിയാണത്. മലപ്പുറത്തിന്റെ മറുവശം കൂടി എപ്പോഴും പഠിക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും പറയും. മലപ്പുറത്തിന്റെ മഹത്വം പറയുമ്പോൾ പല പത്രപ്രവർത്തകർക്ക് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, മലപ്പുറത്തിന്റെ വലിയ മഹത്വം പറയുന്നുണ്ട്. മലപ്പുറത്ത് പൂന്താനം ഉണ്ടായിരുന്നു, മലപ്പുറത്ത് എഴുത്തച്ഛൻ ഉണ്ടായിരുന്നു. ഒക്കെ ശരിയാണ്, ഉണ്ടായിരുന്നല്ലോ. എഴുത്തച്ഛനുണ്ട്, എഴുത്തച്ഛൻ്റെ ജില്ലയാണ്, ഞാൻ സമ്മതിച്ചു. എന്നാൽ ആ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ മലപ്പുറത്ത് ഇതുവരെ സ്ഥാപിക്കാൻ വേണ്ട. തുഞ്ചൻ മുമ്പിൽ വേണ്ട. തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക മലയാള സർവകലാശാലയുടെ മുമ്പിൽ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് ആരാണ് എതിരെന്ന് എല്ലാവർക്കും അറിയാം. എതിര് പറയാൻ, അവരെ എതിർക്കാൻ ആളില്ല. അതെല്ലാം ഉദാഹരണം, എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ കഥകളിയുടെ, ഇപ്പോൾ PSV നാട്യസംഘം ഉൾപ്പെടെ കഥകളിക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത നാടാണ്. എന്നാൽ ഒരു കഥകളി കലാകാരൻ, സദനം റഷീദ് എന്ന കഥകളി കലാകാരൻ കഥകളി പഠിക്കാൻ പോയതിന് ഊരുവിലക്കിയ നാടുമാണ്. അതും വേണം പറയാം, ചേർത്ത് പറയണമല്ലോ. വേണ്ടേ? അവന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ.
തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ പാടില്ല, എന്നാൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ അഭിമാനം കൊള്ളാൻ ആളുണ്ട്. അത് മതിയോ? വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണ്ടേ? ഞാൻ പറഞ്ഞത് ഇതാണ് മലബാറിന് ഈ പറഞ്ഞ മലപ്പുറത്തിന് ഈ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ദോഷം പറയാതിരുന്നിട്ട് മലബാറിനെ വാഴ്ത്തുന്നതിൽ ഒരു അർത്ഥമില്ല. എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾക്കൊക്കെ പറയാനുണ്ട്, ധാരാളമുണ്ട്. നല്ല നന്മയുടെ മാതൃകകളുണ്ട്, എന്നാൽ അത്ര തന്നെ ദോഷമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ വാരിയംകുന്നൻ. ഞാൻ കൃത്യമായിട്ട് പറയാം, ഒരു 25 കൊല്ലം മുമ്പൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പൊതുയോഗങ്ങളിൽ വാരിയംകുന്നൻ്റെ പേര് പറയാറില്ല. എന്തുകൊണ്ട്? നമ്പർ 1, മുസ്ലിം ലീഗിന് അത് പറയാൻ കഴിയില്ല, അവരാ പറയേണ്ടത്. എന്താ പറയാൻ പോലെ വാരിയംകുന്നനെ ഉൾപ്പെടെ മലബാർ കലാപം തെറ്റാണെന്ന് പറഞ്ഞ അവരുടെ നേതാവാണ്. 1921 ഈ മുസ്ലിം ലീഗ് ഇല്ലല്ലോ, സർവ്വേന്ത്യാ മുസ്ലിം ലീഗേ ഉള്ളൂ, ആൾ ഇന്ത്യ ലീഗേ ഉള്ളൂ. അതിൻ്റെ നേതാവ് മുഹമ്മദ് അലി ജിന്നയോട് നമുക്ക് എന്തൊക്കെ വിയോജിപ്പുണ്ടായാലും മലബാർ കലാപത്തെക്കുറിച്ച് കൃത്യമാണ് മുഹമ്മദ് അലി ജിന്നയുടെ 4 കുറ്റങ്ങൾ അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ മൗലാന ഷൗക്കത്ത് അലി ഖിലാഫത്ത് പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിനെതിരായി മുഹമ്മദ് അലി ജിന്ന 4 റിജോയിൻഡർ പറഞ്ഞു. ഒന്നാമത്തെ എന്താ? മതത്തെ അപകടകരമായ വിധത്തിൽ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കുന്നു മിസ്റ്റർ ഗാന്ധി. മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കുന്നു. ആരത് പറയുന്ന ആലോചിച്ചു? ജിന്ന പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് കലാപമുണ്ടാക്കും. നിങ്ങൾക്ക് ഈ ജനതയുടെ ദൗർബല്യം അറിഞ്ഞൂടാ. കലാപമുണ്ടാക്കുന്നു മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഒരു ജനത 1 നൂറ്റാണ്ടെങ്കിലും പുറകോട്ട് പോകും. പോയില്ലേ? ഇപ്പൊ മലപ്പുറത്തിന്റെ പിന്നോക്കാവസ്ഥ എന്നൊക്കെ ഞങ്ങളോട് എല്ലാവരും പറയാറുണ്ട്. മലപ്പുറത്തിന്റെ ഇന്നത്തെ പിന്നോക്കാവസ്ഥക്ക് യഥാർത്ഥ കാരണം എന്താണ്? സബ്സ്റ്റാൻഷ്യലായിട്ട് വസ്തുതാപരമായ ഒരു തെളിവ് പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം മലബാർ കലാപത്തിന്റെ പേരിലുള്ള കൊടിയ പീഡനങ്ങൾ, അടിച്ചമർത്തലുകൾ, നാടുകടത്തലുകൾ, വിധവകളുടെ നിലവിളി, യത്തീം മക്കളുടെ നിലവിളി. ഇവിടെ യത്തീംഖാനകൾ ഉണ്ടായതെന്ന? എടവണ്ണ യത്തീംഖാനയും തിരൂരങ്ങാടി യത്തീംഖാനയൊക്കെ ഉണ്ടായതെന്ന? മലബാർ കലാപത്തെ തുടർന്നാണ്. അനാഥകളുടെ ഒരു നാടായിട്ട് ഈ നാട് മാറി. അവരുടെ നിലവിളിയായി ഈ നാടിന്റെ സംഗീതം മാറിയില്ലേ? ഇത് ജിന്ന പറഞ്ഞിട്ടുണ്ട്. ഒരു ജനതയെ മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ ഭാഷയായതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണ്ട, പിന്നെ കൂട്ടത്തിൽ മറ്റൊന്നും ചേർന്നു. ബ്രിട്ടീഷുകാരുടെ നിയമം വേണ്ട, അതുകൊണ്ട് നിയമം പഠിക്കണ്ട, സർക്കാർ ഉദ്യോഗത്തിന് പോണ്ട, വോട്ട് ചെയ്യണ്ട. ഞാൻ പറയുന്നത് ഈ അഭിനവ യാഥാസ്ഥികന്മാരാണ്. ഇവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ. ഈ മതരാഷ്ട്രവാദികളുണ്ടല്ലോ, അവരുണ്ടാക്കിയിടത്തോളം അപകടം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ കൂടി ചേർന്നാണ് ഈ പിന്നോക്കാവസ്ഥ ഉണ്ടാക്കിയത്. ജിന്ന പറഞ്ഞ അടുത്ത കാരണം കൂടി നമ്മൾ കേൾക്കേണ്ടതാണ്. അടുത്ത കാര്യം വളരെ 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 പ്രധാനമാണ്. എന്താണെന്നറിയോ? ഈ സമുദായത്തിന്റെ നേതൃത്വം ബുദ്ധിയുള്ള മനുഷ്യരിൽ നിന്ന് മുല്ലമാരുടെയും മൗലാനമാരുടെയും കൈകളിൽ ചെന്ന് പെട്ടില്ലേ? മലബാർ കലാപത്തിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ആരാ ഗവർണർ? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ആരാണ് നാട് ഭരിക്കേണ്ടത്? വിവരവും വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യരല്ല, പകരം മൗലാനമാരാണ്, അഹ്ലുബൈത്താണ് എന്ന് തീരുമാനിച്ചു. അവിടുന്നല്ല ഈ തുടങ്ങിയത്. എന്നാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ തങ്ങൾ മേധാവിത്വം തുടങ്ങിയത്. മലബാർ കലാപത്തിന് വലിയ പങ്കുണ്ട് ഞാൻ പറയുന്നത്. മലബാർ കലാപത്തിന് ഇതിലൊക്കെ പങ്കുണ്ട്. അവസാനത്തെ ഒരൊറ്റ കാര്യം കൂടി, സ്വാതന്ത്ര്യം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മലബാർ കലാപം അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രക്ഷോഭം എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വാതന്ത്ര്യം അനിശ്ചിതമായി വൈകും. ജിന്ന പറഞ്ഞതാ. വൈകിയോ? എന്നാലോചിച്ച് നോക്കൂ. ഖിലാഫത്ത് പ്രമേയം അവതരിപ്പിച്ച നാഗ്പൂർ സമ്മേളനത്തിൽ ഖിലാഫത്ത് പ്രമേയത്തിന്റെ തൊട്ടു മുമ്പ് മഹാത്മാഗാന്ധി നേരിട്ടൊരു പ്രമേയം അവതരിപ്പിച്ചു, സ്വരാജ് പ്രമേയം. സ്വരാജ് പ്രമേയത്തിൽ മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്തു വെച്ചോളൂ, നമുക്ക് 1 കൊല്ലം മതി, ഇന്നു മുതൽ 1 കൊല്ലം. എന്നാ 1920 ഡിസംബർ മാസം 25-ാം തീയതി പറയാ, ഇന്നു മുതൽ 1 കൊല്ലം പൂർത്തിയാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന. പറഞ്ഞു പോയതേ ഉള്ളൂ. 25 കൊല്ലം നീണ്ടുപോയി. 1/4 നൂറ്റാണ്ട് കാലം സ്വാതന്ത്ര്യം വൈകി. 1921 പറഞ്ഞ 22 കിട്ടണ്ടേ? 47 പോയി. 25 കൊല്ലം വൈകി. എന്താരാ ഉത്തരവാദി? ഈ കലാപമാണ് ഉത്തരവാദി. അതുകൊണ്ട് മലബാർ കലാപത്തെ ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുന്നത്, ഞാനും ആരിഫൊക്കെ വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ സാമൂഹ്യമായ വേദനകളുണ്ട്. മലബാർ കലാപം വെറും ഒരു കലാപമല്ല, അതൊരു സമൂഹത്തിൻ്റെ അന്തകമായ കലാപം. ശരിക്കും പറഞ്ഞാൽ ഒരു അന്തക വിദ്യയായിരുന്നു അത്. അക്ഷരാർത്ഥത്തിൽ മലബാറിനെ, ഒരു പ്രദേശത്തെ, ഒരു ജനതയെ സമ്പൂർണമായി ദേശത്തിൽ നിന്ന് അനീലിയേറ്റ് ചെയ്ത്, ദേശത്തിൽ നിന്ന് അപരവൽക്കരിക്കപ്പെട്ട ഒരു കലാപമായിരുന്നു അത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മറ്റൊരു സാമ്രാജ്യത്വമായ തുർക്കി സുൽത്താന്റെ താല്പര്യമായിരുന്നു. അവരുടെ പണിയാളുകളായിരുന്നു, അവരുടെ ഏജന്റുമാരായിരുന്നു. തുർക്കി സാമ്രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനകത്ത് ചാരപ്പണിയെടുത്തവർക്ക് അന്ന് കൂലി വാങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മുടെ ജനതയും. ഇനിയും അവസാനിക്കാത്ത ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് വരും കാലത്ത് കൂടിയാണ്.
അതുകൊണ്ടാണ് മലബാർ കലാപത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കണം. മലബാർ കലാപത്തെക്കുറിച്ച് നേരായ വായനയും നേരായ വിശേഷണങ്ങളും മലബാർ കലാപത്തെക്കുറിച്ചുള്ള നേരായ ചരിത്രവും ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്, ഭയപ്പെടാതെ നിർഭയമായി പറയേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായി എസൻസിൻ്റെ ഈ വേദി മാറട്ടെ. ആരിഫിനും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഇതിൽ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ബോധ്യമായിട്ടുണ്ടാവും. ഈ ഒരു വിഷയത്തിൽ നടക്കുന്ന അപഗ്രഥനങ്ങൾ, ഇതുപോലെയുള്ള മറുവായനകൾ ഒരാഴ്ച നീണ്ടു നിന്ന് നമ്മൾ നടത്തിയാലും, നമ്മൾ സാധാരണ മതപ്രഭാഷണ പരമ്പരകളൊക്കെ നടത്തുന്ന പോലെ നടത്തേണ്ട ഒരു വിഷയമാണ് സത്യത്തിൽ ഇത്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞാൽ പോലും തീരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷൊക്കെ അതിൽ കത്തിക്കയറുകയാണ്. അപ്പോൾ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം കോഴിക്കോട് എസൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് തലേന്ന് എൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു. ചാത്തമംഗലത്താണ് പഠിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പാൾ എന്നെ ചരിത്രം പഠിപ്പിച്ച ഹിസ്റ്ററി അധ്യാപികയാണ് ഇന്ന് അവിടുത്തെ പ്രിൻസിപ്പാൾ. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളോട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഓർത്തു പോകുന്നത്. നമ്മൾ ഇന്നിപ്പോൾ നടത്തുന്ന ഈ ഒരു ആക്ടിവിസം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, പലപ്പോഴും ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ കടന്നു വരും. ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ നമ്മളിത് പറയുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വരും എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയുന്നതാണ്, മലയാളം പഠിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് 1 എഴുതാൻ 2 നേരം എഴുതാനാണ്. അതും കുറച്ച് കഴിയുമ്പോൾ കളയേണ്ടി വന്നു. അതേപോലെ നമ്മൾ പഠിച്ച് കളഞ്ഞ പല കാര്യങ്ങളുണ്ടെങ്കിലും ഈ ചരിത്രം നമ്മൾ പഠിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നതിനേക്കാൾ ഉപരി തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. ഇവിടെ മലബാർ കലാപത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അതുപോലെ തന്നെ മറ്റ് പുരോഗമനം പറയുന്ന ആളുകൾ മനസ്സിലാക്കാതെ പോയി എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവുന്ന കാര്യമെന്ന് പറയുന്നത്, ഇത് അവരുടെ സൗകര്യത്തിന് വളച്ചൊടിച്ചു എന്ന ഒരു വലിയ വസ്തുതയാണ്. അതിൽ ഇന്ന് ഇവിടുത്തെ ഈ സംഘപരിവാർ ശാക്തീകരണം പോലും ഇന്ന് ഇവിടെ നടന്നതിന് പൂർണ്ണ ഉത്തരവാദികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെറ്റായ രീതിയിലുള്ള വളച്ചൊടിക്കലുകളും അനാവശ്യമായ പുകഴ്ത്തലുകളും തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വസ്തുത. അപ്പോൾ ഇവിടെ മാഷ അവസാനം പറഞ്ഞു വെച്ച ആ ഒരു ആശംസ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ഫലിക്കേണ്ടതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെയാണ്. കാരണം അവരാണ് ഇതിന് ഈ രീതിയിൽ, കാരണം നമുക്കറിയാം ഒരു നാട്ടിൽ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അത് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇനിയെങ്കിലും ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ നാട് കൂടുതൽ ഇതുപോലെയുള്ള പോളറൈസേഷന് സാധ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വഴിവെക്കുന്ന രീതിയിൽ ഇത് കൂടുതൽ വളച്ചൊടിക്കപ്പെടും. മതരാഷ്ട്രവാദക്കാർ ഇന്ന് നമ്മൾ കാണുന്നു, ജമാഅത്ത് ഇസ്ലാമിയൊക്കെ തലപൊക്കി വരുന്ന നമ്മൾ കാണുകയാണ്. അവർക്ക് കൂടുതൽ വളമാവുക തന്നെയാണ് ചെയ്യുക. ഇത് അവസാനിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്. ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഉമർ ഖാദി പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളും എല്ലാം എടുത്തു പറയുമ്പോൾ, അതായത് മുസ്ലിമിന് ജീവിക്കാൻ ഈ ലോകത്ത് ഏറ്റവും ഭംഗിയായിട്ട് സ്വർഗം പോലെ ജീവിക്കാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണ്. അത് അവർക്ക് തിരിച്ചറിയാനുള്ള വഴികൾ തടസ്സപ്പെടുത്തുന്ന പണിയാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള ആളുകൾ കാലം ഇത്രയും ചെയ്തു വന്നിട്ടുള്ളത്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്മളത് തിരുത്തി മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഹിറ്റ്ലർ മെമ്മോറിയൽ സ്മാരകങ്ങളിൽ ഇരുന്ന് നമ്മൾ ഇനിയും ഇതുപോലെ പ്രസംഗങ്ങൾ കേൾക്കേണ്ടി വരുന്നൊരു ദുരവസ്ഥ നമുക്കുണ്ടാകും. കുമാരനാശാൻ്റെ ദുരവസ്ഥയും ഇതിനകത്ത് പരാമർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇവിടെ പറഞ്ഞില്ല. എന്തായാലും ആ വാക്ക് നമ്മൾ കൂടുതലൊന്നും പറയണ്ട. ഈ വിഷയത്തെ ഏറ്റവും ഒറ്റവാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച വാക്ക് എന്ന് പറയുന്നത് ദുരവസ്ഥ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സംവദിച്ച, ഇതുപോലെ ഈ വിഷയത്തിൽ ഒരു മികച്ച ചരിത്ര അധ്യാപകനായി മാറിയ, രംഗപ്രവേശം ചെയ്ത നമ്മളുടെ അഹമ്മദ് മാഷിന് എസൻസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു പരിപാടിയിൽ ഇതായിരിക്കണം വിഷയം തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ ശഠിച്ചതിൻ്റെ പിന്നിലുള്ള ആ ചേതോ വികാരം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനും വേണമെങ്കിൽ ഒരു കയ്യടി തരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.